മത്തായി എന്ന് പറയുന്നത് വായി നോക്കി എസ് ഐ അവിടെ അന്നൊരു ജില്ലാ പോലീസ് സൂപ്രണ്ട് വേറൊരു വായി നോക്കി, ആഭ്യന്തരമന്ത്രി ഒരു വായി നോക്കി, മൈര രവി ഇവര് ചെയ്താ ഞങ്ങളൊരു 10 ഇവർ 13 പേര്. 1 2 3 4 ഒരുമാതിരി തന്തയ്ക്ക് പറക്കാത്ത പണി ചെയ്യുന്നവരാണ്. അതാണ് ഒരു സ്ത്രീയാണ്. അവർക്കൊരുമാതിരി സൂക്കേടാ. ക്ലാസ് സ്കൂളിൽ എവിടെയെങ്കിലും വാതിലടച്ചിട്ട് പഠിപ്പീര് നടത്തും. അവിടെ പഠിപ്പീരല്ല, പിന്നെ വാതിലടച്ചിട്ട് വേറെ പണിയാ. അതല്ലേ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ വരുമ്പോൾ നടന്നു. അന്ന് കുടിയും സകല വ്യക്തികളും നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ മരത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയുണ്ട്. ഒരു DVSP ഉണ്ടായിരുന്നു അന്ന്. എന്നാ സജിയോ? എല്ലാവരും കൂടെ കൂടി എം മണിയുടെ നിഷ്കളങ്കമായ ഈ ഗ്രാമ്യ ഭാഷയ്ക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയത്. മണിയുടെ വാമൊഴി വഴക്കം സർക്കാരിന് മുതൽക്കൂട്ടാണെന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ നല്ല ബോധ്യമുണ്ടെങ്കിൽ പിന്നെ തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല. പക്ഷെ പ്രശ്നം അതല്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ, ശൈലി, വാക്കുകളുടെ ധ്വനി ഇതൊക്കെ അപകീർത്തികരമാണ്, സ്ത്രീവിരുദ്ധമാണ് എന്ന് ഒരു സ്ത്രീയെങ്കിലും കരുതിയാൽ അത് പരിഗണിച്ചേ മതിയാകൂ. കാരണം ഈ നാടിന്റെ മന്ത്രിയാണ് അദ്ദേഹം. സമരത്തിനിരിക്കാൻ വെറും 6 പേരേ ഉള്ളൂ എന്നതൊന്നും ഒരു ന്യായമേ അല്ല. പക്ഷേ ഈ കോലാഹലത്തിൽ വിസ്മരിച്ചു പോകാൻ പാടില്ലാത്തതാണ് മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. ആദ്യം എം മണിക്ക് പാർട്ടി നടപടി ഉറപ്പായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മണിക്കെതിരെ രൂക്ഷ വിമർശനം. തുടർച്ചയായ വിവാദം പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി. നടപടി നേരിടാൻ തയ്യാറെന്നും മണി. തീരുമാനം നാളത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ. മണിയെ പിന്തുണച്ച് മൂന്നാറിൽ CPM പ്രകടനം. മൂന്നാറിൽ ഗോമതി പക്ഷത്തിന്റെ നിരാഹാര സമരം. പിന്തുണയുമായി CR നീലകണ്ഠനും നിരാഹാരത്തിൽ. നിയമസഭയിൽ മണിക്ക് രക്ഷകനായി പിണറായി. ശൈലി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കടന്നു വരാറുണ്ട്. മണിയുടെ പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. എതിരാളികൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുവെന്നും മുഖ്യമന്ത്രി. പണ്ഡിത ഭാഷയറിയില്ലെന്നും മണി. അറിയില്ല. അത് ആ നാടിന്റെ ഭാഷയിൽ നന്മയുണ്ട്, ശുദ്ധിയുണ്ട്, മനുഷ്യസ്നേഹമുണ്ട്. മണിയെ പുറത്താക്കും വരെ സമരമെന്ന് പ്രതിപക്ഷം. സഭയിൽ പ്രതിഷേധവും ഇറങ്ങിപ്പോക്കും. യൂത്ത് കോൺഗ്രസ് സമരത്തിൽ സംഘർഷം. സൗമ്യ വധക്കേസ് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിലേക്ക്. ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയ വിധി തിരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കുക 6-അംഗ ബെഞ്ച്. 3 ജഡ്ജിമാർ വിപുലമായ ബെഞ്ചിൽ തുടരും. മെഡിക്കൽ പ്രവേശനത്തിന് സർക്കാർ കൌൺസിലിംഗ് തന്നെ മതിയെന്ന് മെഡിക്കൽ കൌൺസിൽ സുപ്രീം കോടതിയിൽ. MCIയുടെ സത്യവാങ്മൂലം. കൌൺസിലിംഗിൽ ന്യൂനപക്ഷ മാനേജ്മെന്റ് പ്രതിനിധിയെ ഉൾപ്പെടുത്താമെന്നും MCI. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കളിച്ചേക്കില്ല. ICCയും BCCIയും തമ്മിൽ തർക്കം രൂക്ഷം. ടീം പ്രഖ്യാപനവും അനിശ്ചിതത്വത്തിൽ. സർക്കാർ തുണച്ചാലും പാർട്ടി കണ്ണടക്കില്ല. മണിക്കെതിരെ പാർട്ടി നടപടിക്ക് സാധ്യതയേറി. മന്ത്രി M മണിക്കെതിരെ നടപടിയെടുക്കാൻ CPM സെക്രട്ടേറിയറ്റിൽ ധാരണ. സെക്രട്ടേറിയറ്റിൽ മണിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. മണിയുടെ പ്രസ്താവന അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ചുവെന്നായിരുന്നു പൊതുവെ നേതാക്കളുടെ കുറ്റപ്പെടുത്തൽ. വിവരങ്ങളുമായി PG പ്രബോധ് ഇപ്പോൾ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. പ്രബോധ്, ഇന്നത്തെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചയുടെ ഒരു പൊതുമൂഡ് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി നല്ല നിലയ്ക്ക് മന്ത്രിയെ രക്ഷിച്ചു, മന്ത്രിയെ പിന്തുണച്ചു, സർക്കാരിന്റെ പിന്തുണ മന്ത്രിക്കുണ്ട് എന്നും വ്യക്തമാക്കി. പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിയുമ്പോൾ നാളത്തെ സംസ്ഥാന സമിതി വളരെ നിർണായകമാവുകയാണോ? മണി വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു സർക്കാരിനും പാർട്ടിക്കും വാക്കിലൂടെ, വർത്തമാനത്തിലൂടെ, പ്രസംഗത്തിലൂടെ എന്നതാണോ CPMന്റെ ഒരു പൊതു നിലപാട് സെക്രട്ടേറിയറ്റ് ഇന്നത്തത് കഴിയുമ്പോൾ? തീർച്ചയായും ചേർത്ത് സെക്രട്ടേറിയറ്റിന്റെ യോഗം കഴിഞ്ഞ ശേഷം മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന അപ്രകാരം തന്നെയാണ്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഇപ്രകാരമാണ്. അതായത് M മണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിവാദ പ്രസ്താവനകൾ അത് സർക്കാരിനെയും അതുപോലെ തന്നെ പാർട്ടിയെയും മുന്നണിയെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. ഈ പ്രതിച്ഛായ നഷ്ടം അടക്കമുള്ള കാര്യങ്ങൾ ഈ വിവാദ പ്രസ്താവനകളിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയം
ഈ വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമെന്ന ഒരു അഭിപ്രായം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു. എന്നാൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്ന് പങ്കെടുത്ത ഒട്ടുമിക്ക അംഗങ്ങൾ, ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ഒട്ടുമിക്ക അംഗങ്ങളും എം എം മണിയുടെ പ്രസ്താവന ഉചിതമായില്ലെന്ന നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചത്. മണിക്കെതിരെ നടപടി വേണമെന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. എന്നാൽ മണിക്കെതിരെ ഏത് രീതിയിലുള്ള നടപടി വേണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം നാളെയും മറ്റന്നാളുമായി ചേരുന്ന CPM സംസ്ഥാന സമിതി യോഗത്തിലായിരിക്കും കൈക്കൊള്ളുക. നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് മണിക്ക് ഒരു താക്കീത് നൽകാനാണ് CPM നേതൃത്വത്തിന്റെ ഇടയിൽ എത്തിയിരിക്കുന്ന ധാരണ. ഒരു താക്കീതിൽ മണിക്കെതിരായ നടപടി ഒതുങ്ങും. ഇനി ഇത്തരം പ്രസ്താവനകൾ പുലർത്തുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും മണിക്ക് പാർട്ടി ഔദ്യോഗികമായി തന്നെ നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം CPM നേതൃത്വം കൈക്കൊണ്ടിട്ടില്ല. ഇക്കാര്യത്തിൽ പക്ഷെ പ്രബോധ്, ഇത് CPM-ന് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു മന്ത്രിയാണ്. ആ നിലയ്ക്ക് മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു. പാർട്ടി ഇപ്പോൾ ആ കാര്യം ചർച്ച ചെയ്യുകയും പാർട്ടിക്കകത്ത് രൂക്ഷ വിമർശനമൊക്കെ ഉന്നയിക്കുമ്പോഴും ഇപ്പോൾ താക്കീതാണെങ്കിലും ഈ ഘട്ടത്തിൽ ഏത് നടപടിയായാലും അത് വളരെ ഗൗരവതരമാകും. അതുകൊണ്ട് തന്നെ നടപടി എങ്ങനെയാവണം എന്നത് CPM-നെ വല്ലാതെ കുഴയ്ക്കാനിടയുള്ളതാണോ? കാരണം രാജ്യം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ഒരു ഭാഗത്ത് നിൽക്കുന്നു, വലിയ വിമർശനങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നു. സഭയ്ക്കകത്ത് മന്ത്രി മണി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊരു നിലപാട് മുഖ്യമന്ത്രി പരസ്യമായി ഇന്ന് സ്വീകരിച്ച സാഹചര്യം, ഇതെല്ലാം കൂടി വരുമ്പോൾ ഈ വിമർശനമൊക്കെ ഉയർത്തുമ്പോൾ ഒരു നടപടി സ്വീകരിക്കുക, അത് താക്കീതായാലും താക്കീത് മുതൽ മുകളിലോട്ട് ഏതായാലും താക്കീതിനുള്ള സാധ്യതയാണ് പ്രബോധ് പറഞ്ഞ പോലെ പരമാവധി ഉണ്ടാവാൻ ഇടയുള്ളത്. പക്ഷെ അതുപോലും ഇന്നത്തെ സാഹചര്യത്തിൽ CPM-നെ സംബന്ധിച്ച് അത്ര എളുപ്പത്തിലെടുക്കാവുന്ന ഒന്നാണോ? ശരത്ത്, തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ പ്രതികൂട്ടിലാക്കിയിരിക്കുകയാണ് എം എം മണിയുടെ വാക്കുകൾ. എം എം മണിക്കെതിരെ ഇപ്പോൾ പാർട്ടി ഒരു നടപടി എടുക്കുകയാണെങ്കിൽ അത് പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതിന് തുല്യമാകുമെന്ന അഭിപ്രായം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നടപടിയുടെ കാര്യത്തിൽ തിരക്കിട്ട തീരുമാനം ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം കൈക്കൊള്ളാത്തതും. പകരം സംസ്ഥാന സമിതിയുമായി ആലോചിച്ച ശേഷം സംസ്ഥാന സമിതിയുടെ പൊതുവികാരം കൂടി കണക്കിലെടുത്ത ശേഷം മാത്രം തീരുമാനിച്ചാൽ മതി എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം CPM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്, മണിക്കെതിരെ നടപടി ഉണ്ടാകുന്നതിൽ അത് പെമ്പിള ഒരുമയ്ക്കെതിരെ നടത്തിയ പ്രസ്താവനയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രസ്താവനയിലല്ല. സമീപകാലത്തായി എം എം മണിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിവാദ പ്രസ്താവനകൾ, അത് ദേവികുളം സബ് കളക്ടർക്കെതിരെയുള്ള പ്രസ്താവന അടക്കമുള്ള വിവാദ പ്രസ്താവനകൾ ഒരു തുടർക്കഥയാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മണിക്ക് താക്കീത് നൽകുന്നത്. അല്ലാതെ ഈ സമീപകാലത്തുണ്ടായ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഉണ്ടായ എന്തെങ്കിലും. പക്ഷെ പ്രബോധ്, ഒരു പ്രശ്നമുണ്ട്. അത് CPM അങ്ങനെ ആലോചിച്ചൊരു തരംതിരിവൊക്കെ കാണാമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ അത്തരം തരംതിരിവുകളുടെ ഈ കാര്യത്തിലല്ല, ആ കാര്യത്തിലാണ്, ആ പരാമർശത്തിലല്ല, ഈ പരാമർശം എന്നൊന്നും തരത്തിൽ ശ്രീമമണി നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ പ്രസംഗം, അദ്ദേഹത്തിന്റെ ശൈലി, ഇതെല്ലാം എല്ലാവരും ഒന്നിച്ചേ കാണുകയുള്ളൂ. CPM കരുതുന്നത് പോലെ വേർതിരിച്ച് നടപടിയെ കാണാവുന്ന ഒരു സാഹചര്യവും യഥാർത്ഥത്തിൽ ഇല്ലല്ലോ. അത്തരം ഒരു സാഹചര്യം ഇല്ലെങ്കിൽ കൂടിയും കൂടുതൽ പാർട്ടി അണികൾക്കിടയിലേക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് ഒരു ആയുധം നൽകാതിരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം CPM കണക്കുകൂട്ടുന്നുണ്ട്. കാരണം നിയമസഭ നടക്കുന്ന വേളയിൽ പ്രതിപക്ഷത്തിന് മണിക്കെതിരെ ഒരു നടപടി എടുത്തുകൊണ്ട് അത്തരം ഒരു ആയുധം പ്രതിപക്ഷത്തിന് കൊടുക്കുന്നതിനോട് CPM നേതൃത്വത്തിന് ഒട്ടും തന്നെ യോജിപ്പില്ല. ഒരു കാര്യം കൂടി, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ അദ്ദേഹത്തിന് ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിരുന്നോ? കോടിയേരി അടക്കം, സംസ്ഥാന സെക്രട്ടറി അടക്കം എടുത്തൊരു നിലപാട് മണിക്ക് തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന നിലയ്ക്കാണോ? മുഖ്യമന്ത്രി എടുത്തൊരു സമീപനമടക്കം, മുഖ്യമന്ത്രി സഭയിൽ അദ്ദേഹത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് എടുക്കാനുമാവുക, ഭരണപക്ഷ നിലപാട്. പക്ഷേ പാർട്ടി ചർച്ചയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു ശൈലിയിലേക്കാണോ നേതാക്കൾ എല്ലാവരും ശ്രദ്ധയൂന്നിയത്? ചരിത്ര നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകളും ഈ എം എം മണിയുടെ പ്രസ്താവനകളോട് യോജിച്ചില്ല. എം എം മണിക്ക് അതേസമയം സെക്രട്ടറിയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയോ എന്ന കാര്യത്തിൽ നമുക്ക് ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ മറ്റൊരു കൗതുകകരമായ കാര്യം, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയിൽ താരതമ്യേന വളരെ കുറച്ചു നേരം മാത്രമാണ് പങ്കെടുത്തത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എം എം മണി വിഷയം സെക്രട്ടേറിയറ്റിന്റെ ചർച്ചയിൽ വന്നത്. ഈ സമയത്ത് ഏതാണ്ട് 1 മണിക്കൂറിൽ താഴെ മാത്രമായിരുന്നു മുഖ്യമന്ത്രി ഈ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ തന്നെയാണ് എം എം മണിക്കെതിരെ വിമർശനം പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉയർന്നതും. ശരി പ്രബോധ്, ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ് ചർച്ചയിലേക്ക്, പ്രൈം ഡിബേറ്റിലേക്ക് ഇപ്പോൾ എത്തുക. അവരിലേക്ക് പോകും മുമ്പ്, നിങ്ങളിലേക്ക് വരും മുമ്പ് ശ്രീ എം എം മണി ഇന്ന് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു. ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ എന്നാണ് എം എം മണിയുടെ പ്രതികരണം. തീരുമാനമൊന്നും ആയില്ലെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിറങ്ങിയ മന്ത്രി മാധ്യമങ്ങളോടായി പറഞ്ഞു. അതൊക്കെ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ, അതൊക്കെ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. അത് സ്വീകരിക്കാതെ പാർട്ടിക്കകത്ത് പോകാൻ പറ്റും. അതൊക്കെ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ കോടിയേരി സഖാവിനെ കണ്ടു? ഇല്ല, അതൊന്നും തീരുമാനമൊന്നും ആയില്ല. നാളെയും കമ്മിറ്റി ഉണ്ടല്ലോ, അതൊക്കെ ചർച്ച ചെയ്യുന്നല്ലേ ഉള്ളൂ.
അയ്യോ അത് പിന്നെ ചെയ്യാതെ പറ്റുമോ പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ? ഓക്കെ, പിന്നെ അതുണ്ട് എനിക്ക് എപ്പോഴും അത് സംബന്ധിച്ച് എനിക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. അതിരിക്കട്ടെ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം പോയില്ലേ, നടക്കട്ടെ, നോക്കാം. ചർച്ച ചെയ്യുന്നേ ഉള്ളൂ, തീരുമാനമൊന്നും ആയില്ല. റൈറ്റ്. ശ്രീ ഭാസുരേന്ദ്രബാബു, ശ്രീ സി ആർ നീലകണ്ഠൻ എന്നിവരാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ശ്രീ ഭാസുരേന്ദ്രബാബു, ഇവിടെയും അദ്ദേഹത്തിന്റെ ആ ഒരു നാടിന്റെ നന്മയും ഗ്രാമ്യഭാഷയും എല്ലാം പ്രകടമാണ്. അതിലൂടെ ഈ മാധ്യമപ്രവർത്തകരെ അവിശ്വസിച്ചാലും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം സംഭവിച്ചു പോയില്ലേ. ഏത് നടപടിയാണെങ്കിലും അത് അദ്ദേഹം പാർട്ടിയിൽ 101% പാർട്ടി കൂറും പാർട്ടി വിശ്വാസവും ഉള്ള നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. പാർട്ടി ഏത് നടപടി എടുത്താലും സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാനും അല്ലെങ്കിൽ അദ്ദേഹം അത് അങ്ങനെ ഈ ഘട്ടത്തിൽ പറയാനുമൊക്കെ അദ്ദേഹം തയ്യാറാകുന്നതിൽ തന്നെ ഒരു വളരെ തീക്ഷ്ണമായ രൂക്ഷമായ ചർച്ച നടന്നതിൻ്റെ നാളെ ചില തീരുമാനങ്ങൾ ഉണ്ടാകാൻ ഒക്കെയുള്ള സാധ്യതകൾ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാമോ? താങ്കൾ ഇതിൽ കാണുന്നത് എങ്ങനെയാണ്? CPM ഇതിൽ ഒരു രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തൽ, ചില വിമർശനങ്ങൾ, ആ നിലയിലുള്ളൊരു നടപടി സാധ്യത M.M. മണിക്ക് മേൽ നടത്താൻ സാധ്യതയുണ്ടോ? സഭയിൽ നിന്ന് മുഖ്യമന്ത്രി മന്ത്രി എന്ന നിലയിൽ M.M. മണി നടത്തിയ ചെയ്തികളെ ന്യായീകരിക്കുമ്പോൾ പോലും. ശ്രീ ഭാസുരേന്ദ്രബാബു. അല്ല, അതിനകത്ത് ഈ M.M. മണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ എടുത്തിട്ടുള്ളൊരു പൊസിഷനുണ്ട് ശരത്. പാർട്ടി പറഞ്ഞാൽ അദ്ദേഹം രാജിവെക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിത രീതിയുടെ ശൈലി. അതാണ്, പാർട്ടി എന്ന് പറയുന്നത് ചെയ്യും. അപ്പോൾ രാജിവെക്കാൻ പാർട്ടി പറഞ്ഞാൽ രാജിവെക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ അതിൽ അദ്ദേഹം ഖേദപ്രകടനം നടത്തുകയും ചെയ്തു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, പൊമ്പിള എരുമയോടല്ല ഖേദം പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പൊമ്പിള എരുമയുടെ സമരത്തിന്റെ സ്ഥലത്ത് പോയി അദ്ദേഹം ഇനി രാജിവെച്ചാൽ പോലും അതിന് മാപ്പ് പറയാൻ പോകുന്നുമില്ല. കാരണം അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ കാര്യത്തിൽ ഇന്നലെയല്ല മെനഞ്ഞാന്ന് ഈ പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഉണ്ടായ ഒരു ചർച്ചയിൽ മറ്റൊരു ചാനൽ, പ്രമുഖ ചാനൽ ഇരുന്നു കൊണ്ടുള്ള ചർച്ചയിൽ സംസാരിക്കുമ്പം M.M. മണി ഈ കാര്യത്തിൽ പൊമ്പിള ഒരുമയ്ക്കെതിരായി അത്തരമൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അതിനകത്ത് പ്ലേ ചെയ്തതിനകത്ത് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ പൊമ്പിള ഒരുമയുടെ കാര്യത്തിൽ പോലും ഈ നിലയ്ക്ക് കള്ളുകുടിയും മറ്റേ പണിയും കാട്ടിനകത്ത് നടന്നു എന്നൊക്കെ പറയുന്ന ഭാഗം നാം കേട്ടപ്പോൾ അത് അങ്ങേയറ്റം അനഭിലഷണീയമായ ഒരു പ്രസ്താവമാണ് എന്ന് നിലപാടെടുത്തയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിനെതിരെ നടപടി വേണ്ടി വരും പാർട്ടിക്ക് എന്ന നിലയ്ക്ക് നിലപാടെടുത്തയാളാണ് ഞാൻ. പക്ഷേ ഇന്നലെ കൈരളി ചാനലിൽ വൈകുന്നേരത്തെ ചർച്ചയിൽ 8 മണിക്കുള്ള ചർച്ചയിൽ കൈരളി ചാനൽ ആ പ്രസംഗത്തിന്റെ കുറെ കൂടി വ്യക്തമായ രൂപം ഈ 2 വാചകങ്ങൾ പറഞ്ഞു കേട്ട എല്ലാ ചാനലുകളും അനുസൃതം കൊടുത്തുകൊണ്ടിരുന്ന 2 വാചകങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവുമുള്ള വാചകങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അത് സമഗ്രമാക്കി സംപ്രേഷണം ചെയ്തപ്പോൾ, അതും എഡിറ്റ് ചെയ്ത ഭാഗമൊന്നുമല്ല, 17 മിനിറ്റ് പ്രസംഗത്തിലെ കുറച്ചുകൂടി വിപുലീകരിച്ച ഭാഗം ഒട്ടും എഡിറ്റ് ചെയ്യാതെ അത് കാണിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് M.M. മണി ലക്ഷ്യം വെച്ചത് ഈ പൊമ്പിള ഒരുമയായി ബന്ധിപ്പിച്ച ഒരു കാര്യവുമല്ല. അദ്ദേഹം ലക്ഷ്യം വെച്ചത് മാധ്യമ പ്രവർത്തകരെയാണ്. മാധ്യമ പ്രവർത്തകരും ഒഴിപ്പിക്കാൻ വരുന്ന IAS ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള കണ്ണിവൻസിലൂടെ, അവിശുദ്ധ ബന്ധത്തിലൂടെ അവരുടെ മദ്യപാനം, അവർ തമ്മിലുള്ള സഖ്യം, ഇതൊക്കെയാണ് ആ പ്രസംഗത്തിലുടനീളം അദ്ദേഹം പറഞ്ഞത്. അത് ആദ്യത്തെ 3-4 ഒഴിപ്പിക്കലിന്റെ ഘട്ടത്തിൽ സുരേഷ് കുമാറുമായി ബന്ധിപ്പിച്ച് നടന്നെങ്കിൽ പിന്നീട് വന്ന പൊമ്പിള ഒരുമയുടെ കാലത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം അതാണ്. പൊമ്പിള ഒരുമയുടെ കാലത്ത് അത് മറ്റൊരു പോലീസ് ഓഫീസർ, സജി എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറുമായി മാധ്യമ പ്രവർത്തകർ ഇതും കുടിയും പിടിയും ഒക്കെ നടത്തി അത് കുറ്റിക്കാട്ടിനകത്ത്. ഞാനൊന്ന് ഒരു ചെറിയ കാര്യം ശ്രീ ഭാസുരേന്ദ്രബാബു, താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു ചെറിയ കാര്യം. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. നേരിട്ടൊരു സ്ത്രീ വിരുദ്ധത ആരോപിക്കാനാവില്ല എന്ന നിലയിൽ ഒരു വലിയ മാറ്റമാണ് ആദ്യം വന്ന വാർത്തയിൽ നിന്ന് ഇക്കാര്യത്തിൽ സംഭവിച്ചുള്ളത്. ഞാൻ ആ തർക്കത്തിനൊന്നുമല്ല വരുന്നത്. താങ്കൾ ഈ പൊമ്പിള ഒരുമയെക്കുറിച്ചല്ല പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. ആ സമരകാലത്ത് ഈ പറഞ്ഞ താങ്കൾ പ്രയോഗിച്ച, മണി പറഞ്ഞതും താങ്കൾ ആവർത്തിച്ചതുമായി ഈ സംഭവങ്ങളൊക്കെ ചെയ്തത് മാധ്യമപ്രവർത്തകരെ കുറിച്ചുകൂടിയാണല്ലോ. ഈ മാധ്യമപ്രവർത്തകരിൽ സ്ത്രീകളുണ്ട് എന്നുള്ള ധാരണ താങ്കൾക്കുണ്ടാകും എന്ന് ഞാൻ മിനിമം ധരിക്കുന്നു. ഈ മൂന്നാർ പ്രശ്നത്തിലടക്കം ചർച്ച ചെയ്യാൻ കേരളത്തിലെ മാധ്യമ ലോകം അത് പുരുഷന്മാർ മാത്രമായി നിയന്ത്രിക്കുന്നതും അവർ മാത്രം പോയി റിപ്പോർട്ട് ചെയ്യുന്നതുമല്ല. അതിൽ സ്ത്രീകളുണ്ട് എന്നുള്ളൊരു മിനിമം തോന്നൽ ഉണ്ട് എങ്കിൽ എനിക്കൊന്നും പറയാനില്ല.
അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ശരത്തെ, താങ്കൾ സൂചിപ്പിച്ചത് നന്നായി. മാധ്യമ പ്രവർത്തകർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനകത്ത് താങ്കൾ സൂചിപ്പിച്ചത് മാതിരി പെണ്ണുങ്ങളും ഉണ്ടാകും, പെണ്ണുങ്ങൾ ഉണ്ടല്ലോ. ആ അർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകരുടെ അവിശുദ്ധ ബന്ധം അദ്ദേഹം വിശദീകരിക്കുമ്പം പൊമ്പിളൈ ഒരുമൈ എന്ന നിലയ്ക്ക് ഒരു പ്രത്യേക പ്രസ്താവവും അവിടെ ഉണ്ടായില്ല. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ശരത്ത് പറയുന്നതോട് ഞാൻ യോജിക്കുന്നു. ആ മാധ്യമ പ്രവർത്തകർ സ്ത്രീകളടക്കം ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ ഈ പ്രസ്താവന വന്നതിന് ശേഷം ഇപ്പോൾ 3 ദിവസമായി ഒരാളും എതിർത്തിട്ടില്ല. പ്രസ്താവനയെ ഒരാളും എതിർത്ത് കോടതിയിൽ പോയിട്ടില്ല. ആരും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടില്ല. എല്ലാവരും നിശബ്ദരായിരിക്കുന്നത് എന്തുകൊണ്ട്? കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ അങ്ങനെ മിണ്ടാതിരിക്കുന്നത് ശ്രീ ഭാസുരേന്ദ്ര ബാബു ഒരു സൗകര്യമായി കണക്കാക്കാനും പാടില്ല. അങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഒരു സൗകര്യമായി കണക്കാക്കാൻ പാടില്ല. പൊമ്പിളൈ ഒരുമൈ മാധ്യമ വാർത്തകൾ അതിന് മിണ്ടാതിരിക്കുന്നതിന് കാരണം എന്ത് എന്ന് മാധ്യമപ്രവർത്തകർ പറയണം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ സമ്മതിച്ചു. ശ്രീ ഭാസുരേന്ദ്ര ബാബു ഇത്തരം കാര്യങ്ങളിൽ സംഘടിതമായി മാധ്യമ പ്രവർത്തകരും സംഘടിക്കൂ, സമരം ചെയ്യൂ സർക്കാരിനെതിരെ. അപ്പോൾ അക്കാര്യത്തിൽ മണിയുമായി ബന്ധപ്പെട്ട് സർക്കാരും പാർട്ടിയും പറയേണ്ടത് പറയാം എന്ന നിലയിൽ ഒരു നിലപാടെടുക്കുന്നത് ഒരു കാരണവശാലും ഭൂഷണമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൽ പൊമ്പിളൈ ഒരുമൈ ആ വാർത്തയിൽ അത് ഒരു നിഷേധാത്മകമായ നിലപാടല്ലേ? നമ്മൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക് അതിലാകെ അടങ്ങിയിരിക്കുന്ന സ്ത്രീ വിരുദ്ധത. ഇപ്പൊ പൊമ്പിളൈ ഒരുമൈ അവർ സമരം ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷെ സ്ത്രീ വിരുദ്ധത, അശ്ലീല പരാമർശങ്ങൾ എന്ന നിലയ്ക്കാണ് ഇതിനെ കാണുന്നത്. അതൊക്കെ നന്നായി മനസ്സിലാവുന്ന ആളാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു. അപ്പോൾ അതിനെ സൗകര്യപൂർവ്വം വേർതിരിച്ച് ആ വാർത്തകളിൽ ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. പക്ഷേ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ അപ്പോഴും നിലനിൽക്കുന്നില്ലേ അദ്ദേഹം പറഞ്ഞതിലെ ആ പ്രശ്നങ്ങൾ? അതല്ലേ ശ്രീ ഭാസുരേന്ദ്ര ബാബു പ്രധാനം? അതിനെയല്ലേ സർക്കാരും പാർട്ടിയും അഡ്രസ് ചെയ്യേണ്ടത്? അങ്ങനെ വന്നാൽ ശരത്തെ, ലളിതമായൊരു ചോദ്യം ഞാൻ ചോദിക്കാം. എല്ലാ മാധ്യമങ്ങളും ഒന്നിച്ചു ചേർന്ന് ഈ 2 വാചകങ്ങൾ മാത്രം അനുനിമിഷം രാപകൽ ഇടതടവില്ലാതെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ മാധ്യമങ്ങളും അങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ പ്രക്ഷേപണത്തെ ഏറ്റെടുത്തുകൊണ്ട് കൈരളി ചാനലും അത് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് എന്തുകൊണ്ട് ആരാണ് ഇത് തുടങ്ങി വെച്ചത്? അവർക്ക് ഈ സ്ക്രിപ്റ്റിന്റെ പൂർണ്ണഭാഗം പ്രസ്തം ചെയ്യാമായിരുന്നുവല്ലോ. വേണ്ട, അപ്പോൾ കഴിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് മാതിരി അതിനോട് നിങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ, പ്രതിഷേധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചാനലിന് പൂർണ്ണരൂപം പ്രസ്തം ചെയ്യാമല്ലോ. മറ്റ് മനോരമയ്ക്കും മാതൃഭൂമിക്കും ഒക്കെ പ്രസ്തം ചെയ്യാമല്ലോ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾ 3 ദിവസം മുൻപുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാത്രമാണ് സംസാരിക്കുന്നത്. അന്ന് അങ്ങനെ ആ മാധ്യമ വാർത്താ രൂപത്തിൽ വന്നു. അതിനുശേഷം അന്ന് രാത്രിയിലടക്കം അത് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് കുമാർ മൂന്നാർ ദൗത്യകാലം, സുരേഷ് കുമാർ ഗസ്റ്റ് ഹൌസ്, അവിടെ കുടി, കേസ് കണക്കിന് ബ്രാൻഡി, അങ്ങനെ ആ സംഭാഷണം തുടങ്ങുന്നു. അവിടെ നിന്ന് പിന്നെ പൊമ്പിളൈ ഒരുമൈ സമരകാലത്ത് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് 3ാമത് സബ് കളക്ടറുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ചാനൽ സഹകരണത്തെക്കുറിച്ച് ഇതാണ് അതിന്റെ ഈ 17 മിനിറ്റിലെ രത്ന ചുരുക്കം. കൃത്യമായി ഈ സാധനമാണ് അതിൽ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഞാൻ പറഞ്ഞത് ആ 3 ദിവസം മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് വരൂ. സർക്കാരിന് ഇതുകൊണ്ടുണ്ടാകാവുന്ന ആഘാതത്തെയും പ്രതിച്ഛായ നഷ്ടത്തെയും ന്യായം പറഞ്ഞ് സമർത്ഥിച്ച് മുന്നോട്ട് പോയി വിശദീകരിച്ചു പോകാനാണെങ്കിൽ തെറ്റില്ല. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ഒരു മന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്, മാധ്യമ ചർച്ചയല്ല എന്നുള്ളത് കൂടി കാണണ്ടേ ശ്രീ ഭാസുരേന്ദ്ര ബാബു? അതിനകത്ത് ശരത്തെ, താങ്കൾ പറയുന്നത് ശരിയാണ്. ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എം മണി ബഹുജനങ്ങളുമായി അഭിസംബോധന ചെയ്യുന്ന യോഗങ്ങളാണ്. ആ യോഗങ്ങളിൽ ഇങ്ങനെ സംസാരിക്കാമോ? ശരിയാണ് ആ ചോദ്യം. അത് ശരിക്കും പറഞ്ഞാൽ എം മണിയെ മാത്രമായി പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. VS അച്യുതാനന്ദൻ അടക്കമുള്ള പഴയ തലമുറയുള്ള നേതാക്കൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചളിപ്പ് തോന്നുന്ന രീതിയാണ് പ്രസംഗം വരുന്നത്. ഇത് ചളിപ്പിന്റെ പ്രശ്നമല്ല. ഞാൻ അതിനോടൊന്ന് വിയോജിക്കുന്നു. ഇന്ന് സഭയിൽ ഇമ്പച്ചി ബാവയെയും VS അച്യുതാനന്ദനെയും കഴിഞ്ഞ ചർച്ചകളിൽ ഇവരെല്ലാം തോട്ടം മേഖലയിലും സാധാരണക്കാരെയും സംഘടിപ്പിച്ചു വന്ന പഴയ കാലത്തിന്റെ ആളുകളാണ്. VS അത്തരം പരാമർശങ്ങൾ നടത്തിയ കാലത്ത് താങ്കൾ പറഞ്ഞ ചളിപ്പ് തോന്നുന്നിടത്ത് ചളിപ്പ് തോന്നി എന്ന് പറയും. പക്ഷേ അവിടെ തന്നെ നേരത്തെ ലതിക സുഭാഷൊക്കെ മലമ്പുഴയിൽ സംസാരിച്ചപ്പോൾ VS എതിരെ സംസാരിച്ച സമയത്ത് വലിയ ഗൗരവമായി അത് ഉയർന്നു വന്നല്ലോ, പരാതി സ്വഭാവത്തിൽ മുന്നോട്ട് പോയല്ലോ. അതൊക്കെ നമ്മൾ കാണാതിരുന്നുകൂടെ. അന്ന് ആരും കണ്ണടച്ചൊന്നും നിന്നിട്ടില്ല. VS ആയതുകൊണ്ട് VSന് ഏതെങ്കിലും ആനുകൂല്യം ആരും ചെയ്തും കൊടുത്തിട്ടില്ല. ഞാൻ വരാം. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ മുഖ്യമന്ത്രി സഭയിൽ പൂർണ്ണമായും അദ്ദേഹം പറഞ്ഞത് നാടൻ ശൈലിയാണ്,
മാധ്യമങ്ങളാണ് വളച്ചൊടിച്ചത്. ശ്രീ ഭാസുരേന്ദ്രബാബു പറഞ്ഞതുപോലെ അതിന് ആ നിലയിൽ ധരിക്കാനുള്ള ന്യായമായ സാഹചര്യങ്ങളുണ്ട്. അത് കേട്ടുകൊണ്ടാണ് പൊമ്പിള ഒരുമൈ സമരം ആരംഭിച്ചത്. അല്ലെങ്കിൽ അതിലെ 3-4 പേർ സമരം തുടങ്ങിയത്. ഗോമതിയും ചില ആളുകളും ലിസി അടക്കമുള്ള വലിയ സമര രംഗത്തുണ്ടായിരുന്ന സ്ത്രീകളൊന്നും മൂന്നാറിലില്ല. അതൊരു സത്യം തന്നെയാണ്. മണിയും ഇന്നത് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ അത് പർവ്വതീകരിച്ചു, ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി. ഈ നിലയിൽ പറയുന്നതിലും ഒരുപാട് കഴമ്പുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ശ്രീ എം എം മണി ഈ ശൈലിയിൽ പ്രസംഗിക്കാനും ഇടപെടാനും തുടങ്ങിയത് ഇന്നലെയുമല്ല. എത്രയോ കാലമായി അദ്ദേഹം ഇതേ ശൈലിയിൽ മുന്നോട്ട് പോകുന്നയാളുമാണ്. അതും കേരളത്തിനറിയാം. ശ്രീ സി ആർ നീലകണ്ഠൻ, അങ്ങനെ വന്നാൽ ഇപ്പോൾ നടത്തുന്ന നിങ്ങളുടെ ഈ സമരം ഏതെങ്കിലും തരത്തിൽ ഒരു സാധ്യതയുള്ള സമരമാണോ? അല്ല, അപ്പോ എം എം മണി മുമ്പ് നടത്തിയ പ്രസ്താവന കൊള്ളരുതാത്തതാണ്, അതിനെ ആരും എതിർത്തില്ല, അതുകൊണ്ട് പിന്നെയും അത് പറയാൻ അദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞെങ്കിൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. നിവേദിത പി ഹരൻ, പാലക്കാട് കോളേജ് പ്രിൻസിപ്പൽ, മഹിജ, ഈ 3 പേരോടും മണി ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞത് ന്യായീകരിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ മണിയുടെ ശൈലി അങ്ങനെയാണ്, നിങ്ങളത് സ്വീകരിച്ചോളണം. അത് അദ്ദേഹം പറഞ്ഞതൊക്കെ നമ്മൾ സഹിച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ മതി എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല. ഇവിടെ ഒരു പ്രധാന പ്രശ്നമുണ്ട് ശരത്തെ. ചോദ്യം എന്താ? നമ്മുടെ ഒരു മന്ത്രി ഒരു പ്രസ്താവന ഇറക്കുന്നു. ആ പ്രസ്താവനയോട് പലരും പ്രതികരിക്കുന്നു. അന്ന് മുഴുവൻ കാണാത്തത് കൊണ്ടാണെന്ന് പറയുന്നു. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി തന്നെ ഭാഗികമായി, പാർട്ടി സെക്രട്ടറി ഭാഗികമായി, പാർട്ടിയുടെ വനിതാ നേതാവ് വൃന്ദാക്കാരായിട്ട് പൂർണ്ണമായി, മേഴ്സിക്കുട്ടിയമ്മ ഇന്നലെ ഇവിടെ വന്ന കമ്മീഷൻ, വനിതാ കമ്മീഷൻ അംഗം, ഇവരൊക്കെ ഇടതുപക്ഷക്കാരാ. 5 പേരും പറഞ്ഞു മണി പറഞ്ഞത് ശരിയായില്ല. ഇവരൊക്കെ ഈ പറഞ്ഞത് കേൾക്കാതെ പറഞ്ഞതാണോ? എനിക്കറിയില്ല. 1. 2, പെമ്പിളി ഒരുമയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അവർക്കതിൽ കൃത്യമായ നിലപാടുണ്ട്. ഇത് പെമ്പിളി ഒരുമയ്ക്കെതിരായി പറഞ്ഞത് തന്നെയാണ്. അതിന് കാരണമുണ്ട്, വെറുതെ പറഞ്ഞതല്ല. അവർ മണിയെ പോലെയുള്ള ആളുകൾക്ക് കണ്ണിലെ കരടാണ്. ഇവിടുത്തെ ട്രേഡ് യൂണിയൻ മാഫിയൊക്കെയായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. അന്ന് തന്നെ മണി ഇതിനൊന്നും അംഗീകരിച്ചിട്ടില്ല. രാജേന്ദ്രന് മണിയൊന്നും ഇവർ അംഗീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ വിഷയം, ഭൂമിയുടെ വിഷയമായി ഇവർ ഉന്നയിച്ചു. ശ്രീറാം വെങ്കിട്ടരാമന് പിന്തുണ പ്രഖ്യാപിച്ചു. അത് മാത്രമല്ല, 22-ാം തീയതി 1 ഏക്കർ ഭൂമി വെച്ച് ഈ തൊഴിലാളികൾക്ക് വേണം തുടങ്ങിയ നിരവധി വാദങ്ങൾ ഉന്നയിച്ചു. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. കാരണം ഇവിടുത്തെ കയ്യേറ്റക്കാർ പോകണം, ഇവിടുത്തെ യഥാർത്ഥ അവകാശികൾക്ക് ഭൂമി കിട്ടണം. ഈ വാദം മണിയെ പോലുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവിടെയാണ് പെമ്പിളി ഒരുമ കടന്നു വരുന്നത്. അത് മനഃപൂർവ്വം മറച്ചു വെക്കുക. ഇപ്പൊ ഞാൻ പെമ്പിളി ഒരുമയുടെ കാലം എന്നാ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം വളരെ ലളിതം. പെമ്പിളി ഒരുമ സമരം നടക്കുന്ന കാലത്ത് ആരാണ് കാട്ടിൽ പോയി മറ്റേ പണി ചെയ്യാനുള്ളത്? ആരാണ് ഈ മണി ആരെ കുറിച്ചാ പറഞ്ഞത്? മാധ്യമത്തിനെ കുറിച്ചാണോ? അങ്ങനെയാണോ? അല്ല, അവിടെയാണ്. ഇതിപ്പോ രക്ഷപ്പെടാൻ വേണ്ടി പല ന്യായങ്ങളും പറയും. ഇനിയിപ്പോ പാർട്ടി നടപടിയെടുക്കുന്നു. അവിടെയാണ് എനിക്കതിൽ തമാശ. ഇത്രയും കാലം ഈ പാർട്ടിക്കാർ ന്യായീകരിക്കും. നാളെ രാവിലെ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചു മണി തെറ്റ് ചെയ്തു. അപ്പൊ പാർട്ടിക്കാർ വെറുതെ ഞങ്ങളുടെ പാർട്ടി കണ്ടില്ലേ, നന്നായി നടപടിയെടുക്കും. പാർട്ടി പറയുന്നത് കേൾക്കാനല്ലല്ലോ നാട്ടിലെ ജനങ്ങൾ നിൽക്കണേ. ഞാനൊരു പൗരനാണ്. മണി ഏത് പാർട്ടിയാണെന്നുള്ളതല്ല, മണി കേരളത്തിന്റെ മന്ത്രിയാണ്. സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗങ്ങൾക്കെതിരെ കുറ്റകരമായ പരാമർശം നടത്തിയാൽ അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ആ മണിയും പാർട്ടിയും മറുപടി പറയണേ. നാളെ ഞങ്ങൾ നടപടി എടുക്കുമോ, കമ്മിറ്റിയിൽ തരം താഴ്ത്തുവോ, ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. മണിയെ ലോക്കൽ കമ്മിറ്റി കൊണ്ടുവന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അത് നമ്മുടെ വിഷയമല്ല. തീർച്ചയായും മന്ത്രി എന്ന നിലയിലാണ് ഈ പ്രശ്നത്തിൽ പൊതുസമൂഹത്തിന്റെ വിമർശനം ഉയരുന്നതെന്നാണ് ശ്രീ സി ആർ നീലകണ്ഠൻ ഇക്കാര്യത്തിൽ സമരരംഗത്ത് നിരാഹാര സമരം അനുഷ്ഠിച്ചുകൊണ്ട് ഇപ്പോൾ മൂന്നാറിൽ നിന്ന് പറഞ്ഞത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സി ആർ ഒക്കെ പറഞ്ഞതുപോലെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ വിമർശിച്ചു. പക്ഷേ ഇന്ന് സഭയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി പൂർണ്ണമായും മന്ത്രിയെ ന്യായീകരിച്ചു. അതിന് മുഖ്യമന്ത്രിക്ക് ആധാരമായി പറയാവുന്ന ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. നേരത്തെ ഭാസുരേന്ദ്രബാബു വിശദീകരിച്ചതുപോലെ നേരിട്ട് പൊമ്പിള ഒരുമൈ പ്രവർത്തകരെ, സ്ത്രീകളെ പറഞ്ഞിട്ടില്ല, ഒന്നും അപകീർത്തികരമായി പറഞ്ഞിട്ടില്ല എന്നൊരു ന്യായം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മാറ്റം മുഖ്യമന്ത്രി വിശദീകരിക്കാൻ ശ്രമിച്ചത് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പരിശ്രമിക്കുമ്പോഴും എം എം മണി പറഞ്ഞതിൽ കൃത്യം സ്ത്രീവിരുദ്ധതയുണ്ട്. ആ തികഞ്ഞ ബോധ്യത്തിലാണ് നിങ്ങൾ ഈ വിഷയത്തെ ഇങ്ങനെ ഏറ്റെടുത്തത്, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പർവ്വതീകരിച്ചത്.
മാധ്യമങ്ങൾ വളച്ചൊടിച്ച വാർത്ത തെറ്റിദ്ധരിച്ചിട്ടാണോ മന്ത്രി മണി സ്ത്രീ വിരുദ്ധത നടത്തി, അശ്ലീല പരാമർശങ്ങൾ നടത്തി, ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്? എന്താണ് നിങ്ങളുടെ ബോധ്യം ഇപ്പോഴും മണി ചെയ്ത കാര്യത്തിൽ? ഇവിടെ ശരത്തെ ഒന്ന്, മുഖ്യമന്ത്രി ഇത് ചെയ്തത് വളരെ ക്ലവറായിട്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് തടിയൂരുക ചെയ്തത്. കാരണം മുഖ്യമന്ത്രി അതിന് റവന്യൂ അവിടുത്തെ കുടിയിറക്കിനെ സംബന്ധിച്ച് വളരെ വിശദമായി സംസാരിച്ചതിന് ശേഷം മണിയുടെ കാര്യം വന്നപ്പോൾ അദ്ദേഹം 2-3 വാചകങ്ങളിൽ മാത്രമായിട്ട് ഒതുക്കി. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? മണി പേഴ്സണൽ എക്സ്പ്ലനേഷൻ പറയാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ വിഷം വെച്ചവനെ കൊണ്ട് തന്നെ തിരിച്ചടിപ്പിക്കാൻ, അത് മണിയുടെ കാര്യം മണി നോക്കട്ടെ എന്നുള്ളൊരു മട്ടിലാണ് അദ്ദേഹം ചെയ്തത്. ആ പേഴ്സണൽ എക്സ്പ്ലനേഷന് വേണ്ടി മണി എഴുന്നേറ്റപ്പോൾ അതിനെ ഞങ്ങൾ എല്ലാവരും കൂടി റെസിസ്റ്റ് ചെയ്ത്, കാരണം റൂൾസ് ഓഫ് ബിസിനസിന്റെ നേരെ ഘടകവിരുദ്ധാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി എതിർത്തത് കൊണ്ട് മാത്രം മണിക്കത് അതിന് മുമ്പേ പറയാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. മുഖ്യമന്ത്രി സത്യം പറഞ്ഞാൽ മണിയെ ഡിഫെൻഡ് ചെയ്യുകയായിരുന്നു എന്നുള്ളത് അതിന്റെ ഒരു വളരെ വ്യാഖ്യാനം മാത്രമാണ്. ഞാൻ അതിനോട് ചോദിക്കുന്നില്ല. 2, മുഖ്യമന്ത്രിക്ക് എന്നാൽ ആർക്കെതിരെ യോജിക്കാൻ കഴിയും? ആർക്കാണ് ആ സമീപനത്തെ യോജിക്കാൻ കഴിയുന്നത്? ഇവിടെ പെമ്പിളை ഒരുമ അവർ നടത്തുന്ന സമരം അവർ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മറ്റ് ആവശ്യങ്ങളെക്കാൾ അപ്പുറത്ത് ഞങ്ങളുടെ മാനം കാക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണിതെന്ന. കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പാവപ്പെട്ട കുടുംബങ്ങളിൽ ജനിച്ച പാവപ്പെട്ട സ്ത്രീകൾക്ക് മാനം കാക്കുന്നതിന് വേണ്ടി അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കുറച്ചുകൂടെ വിഷയത്തിലേക്ക് വന്നാം. ശ്രീ തിരുവഞ്ചൂർ, ഇത് വിശ്വസിക്കുന്ന കുറെ ആളുകൾ കേരളത്തിലുണ്ടല്ലോ. കാരണം ഒറ്റ നോട്ടത്തിൽ ഒറ്റ കേൾവിയിൽ നേരിട്ട് കേട്ടാൽ മന്ത്രി ഒരിടത്തും ആ സ്ത്രീകളെ പറഞ്ഞിട്ടില്ല. സമരകാലത്ത് എന്നു പറഞ്ഞുകൊണ്ട് വന്നാൽ അത് ആ സ്ത്രീകളെ കുറിച്ചാകുമോ? അങ്ങനെ ഞങ്ങളെക്കുറിച്ചാണ് എന്ന്, ഇനി മറ്റു സ്ത്രീകളെ കുറിച്ചാണെങ്കിലും അത് ഏറ്റെടുത്തുകൊണ്ട് ആർക്കും സമരം ചെയ്തുകൂടാ എന്നൊന്നുമില്ല. സമരം ചെയ്യേണ്ടതുമാണ്, അത് വേറൊരു പ്രശ്നം. പക്ഷേ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിലൂടെ ഉണ്ടായ ഒരു സമരമാണ്. മൊത്തം കേട്ടാൽ ഒരിടത്തും മുൻപൊക്കെ നടത്തിയതിന്റെ അത്രയും പോലും ആഘാതം യഥാർത്ഥത്തിൽ ഈ പ്രസംഗത്തിലില്ല എന്ന് സമർത്ഥിക്കാൻ കഴിയുന്നു എന്നാണ് ആശ്വാസം സർക്കാരിന്. അങ്ങനെയല്ല എന്നെങ്ങനെ നിങ്ങൾ സമർത്ഥിക്കും? ശരത്ത്, എത്ര ശ്രമിച്ചാലും ശരി ഇതിനെ ന്യായീകരിക്കാനും വെള്ളപൂശാനും പറ്റില്ല. എം എം മണി അവിടുത്തെ പ്രിൻസിപ്പലിനെതിരായിട്ട് പറഞ്ഞത് എന്താ? പോളിടെക്നിക് പ്രിൻസിപ്പല് എം എം മണി നിവേദിത പി ഹരനെതിരായിട്ട് പറഞ്ഞിട്ടത് എന്താ? എം എം മണി അവിടെ നടന്നിട്ടുള്ള അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഓരോ വ്യക്തിയെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത് എന്താ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഉടനീളം അദ്ദേഹത്തിന്റെ എതിരാളികളെ അശ്ലീലത്തിലൂടെ രാസപ്രയോഗം നടത്തി അവരെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമല്ല നടത്തിയിട്ടുള്ളത്. ആ എം എം മണി നടത്തിയിട്ടുള്ള പ്രസംഗത്തെ പാർട്ടി പോലും അംഗീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരാളിന്റെ സ്വഭാവം നമ്മൾ വിലയിരുത്തുമ്പോൾ പറയുന്ന ഒരു വാക്ക് മാത്രമല്ല, അതിന്റെ പിന്നാലെ കുറേ കാര്യങ്ങൾ ഒരു കേസ് സ്റ്റഡി പോലെ നമ്മൾ നോക്കില്ലേ? അതിനകത്ത് അദ്ദേഹത്തെ ന്യായീകരിക്കാവുന്ന ഒരു ഭാഗമെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ശ്രീ എം എം മണി നടത്തിയിട്ടുള്ള വനിതകളുടെ ചാരിത്രത്തെ സംബന്ധിച്ച്, ചാരിത്രശുദ്ധിയെ സംബന്ധിച്ച് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വെല്ലുവിളിയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള അപവാദവും അത് കേരള സമൂഹം, സാംസ്കാരിക കേരളം ഒരിക്കലും അംഗീകരിക്കുന്ന പ്രശ്നമേയില്ല. അത് കേരളത്തിന് അപമാനകരമാണ്. ശ്രീ എം എം മണി ഈ സ്ഥാനത്തിരുന്ന് അത് ചെയ്യാൻ പാടില്ല. ശ്രീ ബാസുരേന്ദ്ര ബാബു, ഇപ്പോൾ എം എം മണിയുടെ കാര്യം വരുമ്പോൾ ഇത് മാത്രമല്ല, ഒരു തുടർച്ചയിൽ തന്നെ കാണണം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത്. അതിലൊന്നും നമ്മൾ ഇനി തർക്കിച്ചിട്ടും കാര്യമില്ല. ഇതിൽ മാത്രം ഇങ്ങനെ പറയാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോഴും CPM ആ പാർട്ടി സംഘടനാപരമായി അതേക്കുറിച്ച് പരിശോധിക്കാതെ രാഷ്ട്രീയമായ ഒരു തീരുമാനം എടുക്കും മുമ്പ് മുഖ്യമന്ത്രിയും സർക്കാരും അദ്ദേഹത്തെ സഭയിൽ സംരക്ഷിക്കുന്നു. ഇന്നിപ്പോൾ പാർട്ടി ഇതുവരെ പറഞ്ഞതിൽ നിന്നൊക്കെ ഭിന്നമായി അദ്ദേഹത്തെ നേരത്തെ CR പറഞ്ഞ പോലെ പാർട്ടിക്കും സർക്കാരിനെയും ബുദ്ധിമുട്ടിലാക്കി എന്നൊക്കെ പറഞ്ഞ് ഒരു നടപടി എടുത്താൽ യഥാർത്ഥത്തിൽ സർക്കാരും മറ്റൊരു തരത്തിൽ വെട്ടിലാവുകയല്ലേ? ഇന്ന് സഭയിൽ അടക്കം വിശദീകരിച്ചതിന് ശേഷം പാർട്ടി ഒരു നടപടി എടുത്താൽ പോലും അതിൽ വെട്ടിലാവുന്ന യഥാർത്ഥത്തിൽ സർക്കാർ തന്നെയല്ലേ? പറഞ്ഞതെല്ലാം ഇനി തിരുത്തി പറയാൻ പാർട്ടി പ്രവർത്തകർ തയ്യാറാകേണ്ടി വരും, സന്നദ്ധരാകേണ്ടി വരും. നടപടി എടുത്താൽ സർക്കാർ ഇന്ന് സഭയിൽ പറഞ്ഞതടക്കം പല രൂപത്തിലും വെള്ളം ചേർക്കേണ്ടതായി വരും. ഒരു വല്ലാത്ത സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണോ ഈ വിഷയത്തെ സർക്കാരും പാർട്ടിയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനകത്ത് ശരത്തെ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എം എം മണി മന്ത്രിയായിരുന്നപ്പോഴും, മന്ത്രിയാണല്ലോ ഇപ്പോൾ, അങ്ങനെ ഉള്ള സമയത്തും അതല്ലാതെ പാർട്ടി നേതാവായിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ 1, 2, 3
പ്രസംഗം വന്ന സമയത്തുമൊക്കെ അതിനെ ശക്തമായി എതിർക്കുന്ന രീതി സ്വീകരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുമാത്രമല്ല, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഷയോ ശരീരഭാഷയോ ആധുനിക ഒറേറ്ററിയിലോട് യോജിക്കാൻ കഴിയുന്ന സാധനമേ അല്ല എന്ന് കരുതുന്നയാളാണ് ഞാൻ. അത് വേറെ കാര്യം. എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലിയോട് യോജിപ്പില്ല, ശരീരഭാഷയോട് യോജിപ്പില്ല എന്നതുകൊണ്ട് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പരമമോശമാം വണ്ണം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതിക്കാനാവില്ല. ആദ്യ ദിവസം ഞാൻ അങ്ങനെ കരുതി തെറ്റായ നിലപാട് പോലും എടുത്തയാളാണ്. മറിച്ച് അതിന്റെ പൂർണ്ണ രൂപം ഞാൻ ഇത്രയേ ചോദിക്കുന്നുള്ളൂ. CR നീലകണ്ഠനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇവിടുത്തെ ചാനലുകളോട് ആവശ്യപ്പെടണം, ആ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം എന്തുകൊണ്ട് നിങ്ങൾ എക്സിബിറ്റ് ചെയ്തില്ല? 2 വാചകങ്ങൾ മാത്രം പറഞ്ഞ് സാക്ഷാൽ മുഖ്യമന്ത്രിയെ പോലും വഴിതെറ്റിക്കുന്ന അവസ്ഥ എന്തിന് സൃഷ്ടിച്ചു? അതിനുശേഷം പൂർണ്ണ രൂപം വന്നപ്പോഴാണ് പ്രശ്നം വ്യക്തമായത് എന്ന് പറഞ്ഞാൽ ഞാൻ അവരിലേക്ക് പോകും മുമ്പ് ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾ പറയുന്നത് പോലെ അത് വ്യക്തമാണ്, ആ ആർഗ്യുമെന്റ് വ്യക്തമാണ്. ഞാൻ CR-ലേക്കും തിരുവഞ്ചൂരിലേക്കും പോകുന്നു. പക്ഷേ പൂർണ്ണരൂപം വന്നപ്പോൾ MM മണി, താങ്കളുടെ വ്യക്തിപരമായ അനിഷ്ടവും എതിർപ്പും ഞാൻ മാറ്റിവെക്കുന്നു. പൂർണ്ണ രൂപം പുറത്തു വന്നപ്പോൾ ശ്രീ MM മണി ഒരു തരത്തിലും കുറ്റാരോപിതനാകാൻ അർഹനല്ല CPM-ന്റെ കണ്ണിലൂടെ നോക്കിയാൽ എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? സാധാരണഗതിയിൽ ഞാൻ പറയുന്നു, ആ പൂർണ്ണരൂപം കേട്ടാൽ ഒരാൾക്കും പൊമ്പിള ഒരുമയുമായി ബന്ധിപ്പിച്ച് അദ്ദേഹം അവിശുദ്ധമായി പൊമ്പളയൊരുമയല്ല സ്ത്രീ വിരുദ്ധത ഇപ്പോൾ അദ്ദേഹം ഇപ്പൊ പൊമ്പളയൊരുമയെ അദ്ദേഹം പോലും കണക്കാക്കുന്നില്ലല്ലോ. വെറും 6 പേർ അവിടെ ഇരുന്ന് സമരം ചെയ്യുന്നു. അതിൽ 2-3 പേർ, അതിൽ ഒരാൾ CR നീലകണ്ഠൻ, ഒരാൾ ബിന്ദു കൃഷ്ണ, ഒരാൾ ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് അദ്ദേഹം പോലും അതിനെ അലട്ടുന്നില്ല, ഭയക്കുന്നില്ല. അത് വിട്ടേക്കൂ. ആ സമരത്തെ പൊമ്പളയൊരുമയെ സമരമായി ഞങ്ങളും കാണുന്നില്ല. അതിലെ ഗോമതി പക്ഷം സമരം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് പക്ഷെ സ്ത്രീ വിരുദ്ധത എന്ന വലിയ ആക്ഷേപം ഒരു മന്ത്രി നേരിടുന്നു. അതിൽ നിന്ന് അദ്ദേഹം കുറ്റവിമുക്തനാകുമോ? എന്റെ ചോദ്യം അത്രമേ ഉള്ളൂ. ഞാനത് കാണുന്നത്, ഈ കാര്യത്തിൽ എന്തായാലും പാവം MM മണിയെ ക്രൂശിക്കരുത്. ഇതിനു മുമ്പ് തിരുവഞ്ചൂർ പറഞ്ഞത് മാതിരി ആ പ്രിൻസിപ്പാളിന്റെ കാര്യമുണ്ടല്ലോ, അതിന്റെ പേരിൽ വേണമെങ്കിൽ നടപടിയെടുക്കാം. അന്ന് അദ്ദേഹം മന്ത്രിയുമല്ല. അതുകൊണ്ട് ഇതിനകത്ത് ക്രൂശിക്കപ്പെടുന്നത് കഷ്ടമാണ് ആ മനുഷ്യൻ. ശ്രീ CR നീലകണ്ഠൻ ഇനി ഒന്നും ആവർത്തിക്കുന്നില്ല. എന്താണ് താങ്കൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഇപ്പോൾ എന്ന് പറയുന്ന ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബുവിന്റെ വാദമുഖങ്ങൾ പൂർണ്ണമായും കേട്ടു എന്ന് വിചാരിക്കുന്നു. താങ്കളുടെ മറുപടി? പൂർണ്ണമായി ഞാൻ കേട്ടു. ഭാസുരേന്ദ്ര ബാബു യഥാർത്ഥത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ കിടന്നിട്ട് ഉഴപ്പാണ്. മണി അന്ന് പറഞ്ഞത് തെറ്റ്, ഇന്ന് പറഞ്ഞത് ശരി. അന്ന് മന്ത്രിയല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പോഴുണ്ട്. ഇതൊന്നുമല്ല ചോദ്യം. അന്ന് പറഞ്ഞതിന് പാർട്ടി ഇന്ന് നടപടിയെടുക്കുകയാണോ? എനിക്ക് മനസ്സിലായില്ല. മന്ത്രിയാവുന്നതിന് മുമ്പ് മണി പറഞ്ഞൊരു കാര്യത്തിനാണോ പാർട്ടി ഇപ്പൊ നടപടി എടുക്കണേ? അതിപ്പോ നമുക്ക് നാളെ അറിയാം. മന്ത്രിക്കെതിരെ നടപടി ഉണ്ടെന്നാ പറയുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അതെനിക്ക്, ഞാൻ ആദ്യം പറഞ്ഞു പാർട്ടി നടപടി എനിക്ക് വിഷയമല്ല. നേതാക്കൾ തന്നെയാണ് മുഖ്യമന്ത്രി. പാർട്ടി അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. മുഖ്യമന്ത്രി ഒരു ആക്ഷൻ അല്ല. പക്ഷെ മുഖ്യമന്ത്രി ഒരു നിലപാടെടുക്കുമ്പോൾ അതാണ് എന്നെ അലട്ടുന്നത്. മുഖ്യമന്ത്രി ഇന്നത് പറയുകയും എന്നിട്ട് നാളെ പാർട്ടി പറയുന്നു മുഖ്യമന്ത്രി എടുത്ത നിലപാടല്ല, പാർട്ടിക്കകത്ത് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അതെന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. മണി തെറ്റ് ചെയ്തു എന്ന് പാർട്ടി തീരുമാനിക്കുന്നു, മണി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പബ്ലിക്കിനോട് മുഖ്യമന്ത്രി പറയുന്നു. ഇതിൽ കൃത്യമായൊരു വൈരുദ്ധ്യമുണ്ട്. അത് തന്നെ നമ്മൾ പറയുന്നത്. ആ വൈരുദ്ധ്യം കാപട്യമാണ്. അവിടെയാണ്. അവിടെ ഞാൻ പറഞ്ഞ എന്റെ പോയിന്റ് അതല്ല. മണി ഇക്കാര്യത്തിൽ മന്ത്രി എന്ന നിലയിൽ ചെയ്തത് ശരിയാണോ തെറ്റാണോ തർക്കിക്കാം. നിങ്ങൾക്ക് തർക്കിക്കാം, എനിക്ക് തർക്കിക്കാം, പെമ്പിള ഒരുമയ്ക്ക് തർക്കിക്കാം. പക്ഷേ ഞാൻ ഇതിൽ സ്ത്രീ വിരുദ്ധത ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ പെമ്പിള ഒരുമ മാത്രമല്ല സ്ത്രീകളുടെ സംസ്കാരം സംരക്ഷിക്കുന്ന മുഴുവൻ ആളുകളും, ഞാൻ പെമ്പിള ഒരുമയുടെ അംഗമല്ല, പക്ഷെ ഞാൻ ഈ സമരത്തിൽ വന്നിട്ടുള്ളത് സ്ത്രീകളുടെ സംസ്കാരം അല്ലെങ്കിൽ അവരുടെ സംരക്ഷിക്കാൻ പെമ്പിള ഒരുമയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തെ സഹായിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ബാധ്യത. കാരണം ഇനി ഇങ്ങനെയുള്ള മന്ത്രിമാർ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് എവിടെ വരെ പറയും, ഞങ്ങൾ എന്ത് കണക്കാക്കും? അപ്പോഴൊക്കെ വിശദീകരണം ഒറ്റ കാര്യം നമുക്ക് പോയിന്റിലേക്ക് വരാം. ഭാസുരേന്ദ്ര ബാബു ആവർത്തിക്കുന്ന അതാണ്, ആദ്യം വന്ന വാർത്തയും പിന്നീട് വന്ന തിരുത്തലും വന്നതോടുകൂടി ഈ കേസിൽ ഇപ്പോൾ നിങ്ങളൊക്കെ സമരം ചെയ്യുന്നതും താങ്കൾ ഈ പറഞ്ഞ പോലെ പഴയ കേസിന്റെ പുറത്തൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ മന്ത്രി എന്ന നിലയിൽ ശ്രീറാം വെങ്കിട്ടരാമനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലുമല്ല നിങ്ങളുടെ സമരം.
ഈ പ്രസംഗത്തിന്റെ ഈ വാർത്തയുടെ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സമരം. അതിൽ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ആക്ഷേപം ആരോപിക്കാനാവില്ല എന്ന് അദ്ദേഹം വാദിക്കുമ്പോൾ അതിനൊരു മറുപടി ഉണ്ടോ? പക്ഷെ അതിലേക്ക് CR നേരിട്ട് വന്നില്ല. അതിലേക്ക് തന്നെ വരാം. ഞാൻ കൃത്യമായി ആ ചോദ്യം ആദ്യമേ ചോദിച്ചതാ. എന്താണ് ആ പരാമർശം? നമുക്ക് ചർച്ച ചെയ്യാം, ഒരു സംശയമില്ല, ഇഴകേറി ചർച്ച ചെയ്യാം. ആ പരാമർശം പെമ്പിള ഒരുമയെ ഒരു കാര്യം ഡയറക്റ്റായിട്ട് ഇവരെ ഇന്നതാ ചെയ്യണമെന്നല്ല പറഞ്ഞേ. ആ സമരത്തിൽ എന്ത് സംഭവിച്ചു, എന്താണ് അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകരെയോ ഉദ്യോഗസ്ഥരെയോ പോലീസുകാരെയോ എന്ത് വേണമെങ്കിൽ പറയാം, എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. അന്ന് തേയിലക്കാടുകളിൽ നടന്ന പണി ആരുടേതാണ്? അതിൽ ഇപ്പൊ മണി പറയുന്നു അതിങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞ കാര്യം. അങ്ങനെ അദ്ദേഹം പറയുന്നുവെങ്കിൽ അത് ആരുടേതാണ്? ഈ വാചകം അദ്ദേഹം ഉപയോഗിച്ചതാണ്. ബാസുരേന്ദ്രബാബു നിഷേധിക്കാൻ പറ്റില്ല. തേയിലക്കാട്ടിൽ നടന്ന പണി, ആ പണി ആരുടെയാണ്? ശ്രീ ബാസുരേന്ദ്രബാബു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ CR ചോദിച്ച ചോദ്യം, ശ്രീ തിരുവഞ്ചൂർ, ഇങ്ങനൊരു തർക്കം വന്നുകൊണ്ടാണ്, താങ്കളിലേക്ക് വേഗം വരാം. ഈ പറഞ്ഞതുപോലെ ആ കാടുകളിൽ, തേയിലക്കാടുകളിൽ നടന്ന പണിയിലെ പങ്കാളികൾ ആരാണ്? അദ്ദേഹം അതിൽ കുറ്റവിമുക്തൻ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഉണ്ടാവണമല്ലോ. താങ്കൾ കരുതുന്നത് ആരെക്കുറിച്ചാണ്? കള്ളുകൂടി നമുക്ക് മാറ്റിവെക്കാം. എന്റെ അതിനകത്തുള്ള ആർഗ്യുമെന്റ് ഇത്രയേ ഉള്ളൂ. ആർഗ്യുമെന്റ് അല്ല, ഞാൻ ഇതിലൊരു ഉത്തരം തന്നെയാണ് ചോദിച്ചത്. പ്രസംഗ ഭാഗത്തെ കുറിച്ചും അല്ല, അതിനകത്ത് എന്റെ നിലപാട്, എന്റെ ആർഗ്യുമെന്റ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ഒരുപക്ഷെ തിരുവഞ്ചൂരും CR നീലകണ്ഠനും കണ്ടതിനേക്കാൾ കൂടുതൽ കണ്ടയാളാണ് ഞാൻ പ്രസംഗം. അതുകൊണ്ട് ഇന്നലെ മുതൽ, അതിപ്പോൾ യൂട്യൂബിൽ മുതൽ പ്രചരിക്കുന്നുമുണ്ട്, ശരത്തും കണ്ടിട്ടുണ്ടാവും. ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ പൊമ്പിളെ ഒരുമ എന്ന വാചകവുമായി ബന്ധിപ്പിച്ച് ഞാനതല്ല ചോദിച്ചത്. CR വിശദീകരിച്ചതിൽ നിന്ന് ഞാൻ താങ്കളിലേക്ക് വന്ന അതാണ്. അദ്ദേഹം പക്ഷേ താങ്കൾ തന്നെ ഈ തുടങ്ങിയപ്പോൾ താങ്കളും അത് ആവർത്തിച്ചു, കള്ളുകുടിയും മറ്റെല്ലാ പണികളും. ഞാൻ മറുപടി പറയാം. അതെ, അങ്ങനെയാണെങ്കിൽ അത് ആരെക്കുറിച്ചാകാം അദ്ദേഹം സൂചിപ്പിച്ചു? പറഞ്ഞിട്ടില്ലല്ലോ. കള്ളുകുടിയും മറ്റെല്ലാ പണിയും അത് കൃത്യമാണ്. അദ്ദേഹം ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത് ഈ അദ്ദേഹം കർത്താവാണെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക ശ്രീ ഭാസുരേന്ദ്രബാബു, പ്രേക്ഷകർ ദയവായി ക്ഷമിക്കുക പ്രേക്ഷകർ. ഈ മറ്റു പണി, മറ്റെല്ലാ വൃത്തികേടുകളും എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതിൽ ഒരു ലൈംഗിക ചുവയുണ്ട് എന്ന് താങ്കളുടെ സാമാന്യ ബോധത്തിന് തോന്നുന്നുണ്ടോ? അത് ഞാൻ പറയാം ശരത്തെ, അതിനകത്ത് ഇടയ്ക്ക് കയറാം. ഒരു കാര്യം ഞാൻ പറയാം. മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് അദ്ദേഹത്തിന്റെ ചർച്ചാ വിഷയം. ആ ചർച്ചാ വിഷയത്തിൽ ആദ്യഘട്ടത്തിലും ആ ബന്ധമുണ്ടായിരുന്നു, രണ്ടാം ഘട്ടത്തിലും ആ ബന്ധമുണ്ടായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ പൊമ്പിള ഒരുമ സമരത്തിന്റെ സമയത്ത് ഈ കുടിയും പിടിയും ഒക്കെ നടന്നു കുറ്റിക്കാട്ടിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പോലീസ് ഓഫീസറുടെ കാര്യം കൂടി പറഞ്ഞു. ഇതിലൊന്നും ഒരു പോലീസ് ഓഫീസർ ഒറ്റയ്ക്കാവില്ലല്ലോ. ഒരു ബന്ധവും എന്റെ ചോദ്യത്തിലേക്ക് തന്നെ വീണ്ടും ബാസുരേന്ദ്രബാബു, ലൈംഗിക ചുവ കണ്ടെത്താവുന്നതാണോ ഈ പറഞ്ഞ ഒരൊറ്റ പരാമർശത്തിൽ? വേറെ എല്ലാം നമ്മൾക്ക് വിടാം. അതൊരു ലൈംഗിക ചുവയോടെ ആ ലക്ഷ്യത്തോടെ കാര്യത്തിനകത്ത് കാട്ടിൽ ഗസ്റ്റ് ഹൌസിലെ കള്ളുകൂടി അവിടെ നിൽക്കട്ടെ, അതേ തുടർന്ന് പറഞ്ഞ താങ്കൾ തന്നെ പറഞ്ഞ എല്ലാ പിടിയും എല്ലാ പണിയും എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ലൈംഗിക ചുവയോടുകൂടി മന്ത്രി പറഞ്ഞതാണോ, പറഞ്ഞിരിക്കാനിടയുള്ളതാണോ? താങ്കൾ വിശ്വസിക്കുന്നത് എന്താണ്? അത് ഗസ്റ്റ് ഹൌസിലാണെങ്കിലും കുറ്റിക്കാട്ടിലാണെങ്കിലും ആ കാര്യത്തിൽ ഒരു ലൈംഗിക പ്രേരണയോ ലൈംഗിക ചോദനയോ സബലീകരിക്കുന്ന എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ശ്രീ CR നീലകണ്ഠൻ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അതിൽ അങ്ങനെ ഒരു തരം പരാമർശത്തിന്റെയും സംശയം കണ്ടെത്തേണ്ടതില്ല. അദ്ദേഹത്തിന്റെ മറുപടി CR. ബാസുരേന്ദ്രബാബു എങ്ങനെ വ്യാഖ്യാനിച്ചാലും ആ വാചകത്തിൽ ലൈംഗിക ചുവയുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും പറയണ്ട. ഞങ്ങളും നാട്ടും ഭാഷ ഉപയോഗിക്കുന്നതാ. ഈ നാടൻ ഭാഷയിൽ കള്ളുകുടിയും കൂത്താട്ടവും പിന്നെ മറ്റേ പണിയും എന്ന് പറഞ്ഞാൽ അതിന് ലൈംഗിക ചുവ തന്നെയാണ്. ബാസുരേന്ദ്രബാബു കഥയൊന്നും പറയണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ന്യായം പറയാം, ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ പറയാൻ അവിടെയാണ് പ്രശ്നം. മാന്യമായി ജീവിക്കുന്ന സഹോദരിമാര് ഉൾപ്പെടുന്ന ഒരു വിഷയത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് ഒരു പക്ഷെ അബ്സ്ട്രാക്റ്റ് ആയിടാം, പക്ഷെ അതിന് ഇരകളാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന നിങ്ങളോ ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ബാസുരേന്ദ്രബാബു വളരെ താത്വികമായി അവലോകനം ചെയ്യുകയായിരുന്നു അതിനെ. പറയൂ, ബാസുരേന്ദ്രബാബു വളരെ താത്വികമായിട്ടാണോ ആ പ്രശ്നത്തെ അവലോകനം ചെയ്തത്? എനിക്ക് താത്വികമായ അവലോകനം വേണ്ട.
ഇത് കേൾക്കുന്ന ഒരു സാധാരണ, പക്ഷേ കേൾക്കുന്ന സാധാരണക്കാരെ താത്വികമായിട്ടല്ലല്ലോ അവലോകനം ചെയ്യുന്നത്. സാധാരണക്കാരൻ, സാധാരണ സഹോദരിമാർ അത് കേട്ടാൽ നിന്നെ ഞാൻ ഇന്ന് രാത്രി കണ്ടോളാം എന്ന് പറഞ്ഞാൽ അത് റിസീവർ റൂമിൽ വെച്ച് കാണാമെന്നാണോ ഒരു പെൺകുട്ടി കരുതുക, അതോ വേറെ അർത്ഥമാണോ കരുതുക? അതിനൊരർത്ഥമേ ഉള്ളൂ. അവിടെ എനിക്ക് പറയാം, ഞാൻ നിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് റോഡിലാണ് അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ ഇവിടെയാണ് പ്രശ്നം. ഇത് നമ്മുടെ പുരുഷാധിപത്യ ആ മനസ്സ് പൂർണ്ണമായും ഇതിൽ ലയിക്കുന്നുകൊണ്ടാണ് മണിയുടെ അവിടെയാണ് നേരത്തെ പറഞ്ഞ കാര്യം വരുന്നത്. അദ്ദേഹം ഇത് ഭാഷ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശരീരഭാഷ നോക്കൂ, ഞാൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് ഒരാളുടെ പ്രസംഗത്തിന്റെ അർത്ഥം മനസ്സിലാവുക. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ വിഷയത്തിൽ ഇന്ന് താങ്കൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ചുരുക്കം വാക്കുകളിൽ പറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞാൽ പോലും പറയേണ്ടത് അദ്ദേഹം പറഞ്ഞു. നാടൻ ശൈലിയാണ്, നാടൻ ഭാഷയാണ്, നാട്ടുഭാഷയാണ്. പിന്നെ മാധ്യമങ്ങൾ അത് വളച്ചൊടിച്ചു. ആ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതിൽ ആവർത്തിച്ചു നിന്നുകൊണ്ടാണ് ബാസുരേന്ദ്രബാബു അത് വിശദീകരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികൾ പർവ്വതീകരിച്ചു. അതാണിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന പ്രതിപക്ഷത്തിന് നേരെയുള്ള ആരോപണവും ആക്ഷേപവും. പക്ഷെ ഇതിൽ ലൈംഗിക ചുവയുള്ള ഒരു പരാമർശം തന്നെയാണ് മന്ത്രി നടത്തിയത്. ഇപ്പോൾ പൊമ്പളെ ഒരുമൈ അംഗങ്ങളെ കുറിച്ചല്ല, അത് വ്യക്തം. പക്ഷെ ലൈംഗിക ചുവയുണ്ട് എങ്കിൽ അത് ഏതോ ഒരു സ്ത്രീയെക്കുറിച്ചോ ഏത് സ്ത്രീയെക്കുറിച്ച് വേണമെങ്കിലും ആകാം, സംശയിക്കാം. ആ നിലയിൽ സമർത്ഥിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ നിലപാട് ഇക്കാര്യത്തിൽ മണിയുടെ കാര്യത്തിലുണ്ടോ? നിങ്ങളെ ഈ രൂപത്തിലൊക്കെ ഖണ്ഡിക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള ഉത്തരവും വാദമുഖങ്ങളും പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിലുണ്ടോ മണിയുടെ കാര്യത്തിൽ? വേണു, ഈ ചർച്ച എന്നെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളെ കാണുന്നുണ്ട്. ഇതിനൊരു മറുപടി എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ശ്രീ എം എം മണി എന്തിനാ മാപ്പ് ചോദിച്ചത്? ശ്രീ എം എം മണി അവിടെ പറഞ്ഞപ്പോൾ ഒരു സന്ദർഭത്തിൽ മാപ്പ് പറഞ്ഞല്ലോ. ഇപ്പം പെമ്പിളൈ ഒരുമയും എം എം മണിയും തമ്മിലുള്ള തർക്കം ഒന്നേ ഉള്ളൂ. മൂന്നാറിൽ പോയി നേരിട്ട് കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് അവര്, മൂന്നാറിൽ ഞാൻ വരുന്ന പ്രശ്നമില്ല, അവരുടെ സമരം അവിടെ നിന്നോട്ടെ, ഇതാണല്ലോ തർക്കം. പക്ഷേ ശ്രീ എം എം മണി നേരത്തെ മാപ്പ് പറഞ്ഞല്ലോ. എന്തിനാ ഈ പറഞ്ഞതായിരുന്നു സ്റ്റാൻഡ് എന്ന് വരികില്ല? എം എം മണിക്ക് പിന്നെ ഒന്നും പറയണ്ടല്ലോ, അദ്ദേഹം ഹീറോ ആയിട്ട് അങ്ങനെ നിന്നാ പോരെ? എന്തിനാ അദ്ദേഹം മാപ്പ് പറഞ്ഞത്? രണ്ട്, എം എം മണിയുടെ നിലപാടിനോട് അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന പാർട്ടി നേതാക്കന്മാർ പോലും തള്ളിപ്പറഞ്ഞത് എന്തിനാ? എം എം മണി പറഞ്ഞത് ഏതാണ്ട് ഭാഗവതത്തിലെ വാക്കുകളാണ് വായിച്ചതെങ്കിൽ രാമായണം വൈകുന്നേരം 6 മണിക്കിരുന്ന് വായിക്കുന്ന ഒരു ഭജനാമുറിയിലെ വർത്തമാനമാണ് പറഞ്ഞത് എങ്കിൽ ഇവിടെ അവരൊക്കെ എന്തിനാ തള്ളിപ്പറഞ്ഞത്? അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ ഇംപ്ലൈഡ് ആണ്. വളരെ എം എം മണി എന്തോ അരുതാത്തത് ചെയ്തോ. എന്താ അരുതാത്തത് ചെയ്തത്? അത് എൻ്റെ നാക്കുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അത് എൻ്റെ കാരണം ശ്രീ തിരുവഞ്ചൂർ, ഈ പ്രതിസന്ധി എല്ലാവർക്കുമുണ്ട്. ഈ പ്രതിസന്ധി എല്ലാവർക്കുമുണ്ട്. നമ്മൾ കുടുംബങ്ങളിലേക്കൊക്കെ തന്നെയാണ് ഈ ചർച്ച ചെയ്യുന്നത്. ഈ പ്രതിസന്ധി ഞാനതാണ് ഇടയ്ക്ക് പ്രേക്ഷകരോട് എനിക്കും പറയേണ്ടത്. പക്ഷേ നിവൃത്തികേടിന്റെ ഒരു അവസ്ഥയാണ്. അത്തരം പൂർണ്ണമായി നിഷേധിക്കൽ, അത്തരം ഒരു സാഹചര്യവും അതിലില്ല എന്ന് സമർത്ഥിച്ചാൽ പലതും നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ അതല്ല മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി, നിങ്ങൾ ഉദ്ദേശിച്ചതും നിങ്ങൾ പറഞ്ഞതും. അദ്ദേഹം ഇന്ന് പറഞ്ഞു കേട്ടില്ലേ, മനസ്സിന്റെ ഭാഷയാണ് അദ്ദേഹം പറയുന്നത് എന്ന് വരെ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഭാഷ വെളിപ്പെടുത്തിയത് നിങ്ങളുടെ മനസ്സാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, പ്രതിപക്ഷത്തിന്. അതെന്തുകൊണ്ട് അതിൽ നിന്ന് സൗകര്യപൂർവ്വം ഒഴിയണം? ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതും താങ്കൾ തന്നെയല്ലേ? അപ്പൊ കേസ് കുറെ കൂടെ സ്ട്രോങ് ആയി. കാരണം ഇതാണ് സർവ്വസമയം അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്നത് എങ്കിൽ ഈ കേസ് ഇതിനേക്കാൾ വലിയ കാര്യമാവും. ഏതെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ഒരു റിയാക്ഷനായിട്ട് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് തടിതപ്പുകയാണെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഭാഷ ഇതാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം അതിനേക്കാൾ ഗൗരവതരമാകുകയാണ്. എം എം മണിക്ക് സത്യം പറഞ്ഞാൽ ശിക്ഷ കിട്ടാതെ അവസാനിക്കില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് ഇതാണ് എന്ന് പുറത്തു വന്നാൽ അതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകണ്ട. ഉള്ള സ്ഥാനം രാജിവെച്ച് അദ്ദേഹം മാന്യമായി കേരള ജനസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് ഇപ്പോഴത്തെ നടപടിയിൽ നിന്ന് തടിയൂരിപ്പോകാൻ ഉള്ള പരിശ്രമം നോക്കുന്നതാണ് ഭേദം എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സിആർ, അതിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് വിശ്വസിക്കുന്നയാളാണോ താങ്കൾ? സ്വാഭാവികമായി സമരരംഗത്താണ്, ആ നിലപാടുള്ളയാളാണ്. പക്ഷേ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി സഭയ്ക്കകത്ത് വളരെ വലിയ പിന്തുണ കൊടുത്തതോടുകൂടി സ്വാഭാവികമായും ഈ സമരം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവിടെ കൊണ്ടിരുത്തിയ ആളുകൾ തന്നെ അവരെ വിളിച്ചുകൊണ്ടങ്ങ് പോയാൽ മതി, ഞാൻ മാപ്പ് പറയാനൊന്നുമില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് എം എം മണി അക്കാര്യത്തോട് പ്രതികരിച്ചതും.
പക്ഷെ വൈകുന്നേരം താങ്കൾ നിസ്സാരവൽക്കരിച്ചാലും ആ പാർട്ടി CPM അതേക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുന്നു എന്നത് രാഷ്ട്രീയമായി ചെറുതല്ലാത്ത ഒരു വളരെ ഗൗരവമുള്ള വാർത്തയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ട് പോയത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാറിൽ കയറുമ്പോൾ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ നാട്ടുഭാഷയുടെ ചില സത്യസന്ധത അതിലുമുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവും പറയാത്ത പോലെയാണ് കാറിലേക്ക് കയറുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് മണി പറഞ്ഞാൽ അതിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ഗൗരവമുള്ളതാണോ? അങ്ങനെ വന്നാൽ ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞതുപോലെ രാജി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തിരുവഞ്ചൂർ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതേ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ എന്തോ തീരുമാനം എടുത്തത് വിവരം മണിക്കറിയാവുന്നതാണ്. കാരണം തീരുമാനം കഴിഞ്ഞു. ആ ശിക്ഷ അവർ വിധിച്ചു കഴിഞ്ഞതിന് ശേഷം പുള്ളി പറഞ്ഞിട്ട് എന്താ കാര്യം? കോടതി അടിച്ചിട്ട് ലോ പോയിന്റ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ വാദഗതിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും നന്മയെങ്കിലും CPM നേതൃത്വം കാണിക്കട്ടെ. ആ നന്മയെങ്കിലും അവർ ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഒന്നുകിൽ ഇവിടെ വനിതാ സംരക്ഷണത്തെക്കുറിച്ചോ സ്ത്രീ സുരക്ഷിതത്വത്തെക്കുറിച്ചോ അവർ സംസാരിക്കാൻ പോകരുത്. അതല്ലെന്ന് വരികിൽ സ്ത്രീ സുരക്ഷിതത്വത്തിന് വിരുദ്ധമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അടുത്ത നടപടി പരസ്യമായ അവരുടെ അഭിപ്രായ പ്രകടനത്തെ ഞങ്ങളുടേതല്ല, ഞങ്ങൾ അങ്ങനെയുള്ള ആളിനെതിരായി നടപടിയെടുത്തു, അവരെ ഞങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി എന്ന് നാളെ പറയാനിടയാവണം. ഈ രണ്ടും കൂടി ഒരുമിച്ച് പോകുകയില്ല. കട്ടിലെ കിടക്കുകയും ചെയ്യണം, അതേസമയം ഇവിടെ അച്ഛൻ ജീവിച്ചിരിക്കുകയും ചെയ്യണം എന്നുള്ളൊരു നില എടുക്കാൻ പറ്റിയല്ല. രണ്ടിലൊന്നേ സാധ്യാവൂ. എന്താ സാധ്യമാകുന്നത്? ആദർശശുദ്ധിയോടുകൂടി നിൽക്കുന്ന ഒരു പാർട്ടി CPM ആണ് എന്ന് തെളിയിക്കാൻ അവരുടെ മുമ്പിൽ കിട്ടിയ നല്ലൊരു സന്ദർഭം. ആ സന്ദർഭം വിനിയോഗിക്കണം. ഇങ്ങനെയുള്ള ആളുകളെ ചുമന്നുകൊണ്ട് നടന്ന് ആ പാർട്ടി കൂടുതൽ മോശത്തരത്തിലേക്ക് പോകുന്ന ഒരു വിമർശനത്തിന്റെ രംഗത്തേക്ക് തള്ളിവിടാൻ ആ പാർട്ടിയുടെ നേതൃത്വം തയ്യാറാണ്. എന്താണ് അഭിപ്രായം? ഇവിടെ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സമരങ്ങൾക്കും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ജനങ്ങളുടെ വികാരങ്ങൾക്കും പുതിയ പുതിയ രൂപങ്ങളുണ്ട്. 10,000-കണക്കിന് ആളുകൾ റോഡിലിറങ്ങി ഇറങ്ങി പ്രകടനവും നടത്തണ്ട ജനങ്ങളുടെ വികാരം അറിയാൻ. ഒരു സംശയവും വേണ്ട. ഇത് ഏറ്റെടുക്കാൻ അത് മനസ്സിലാക്കാൻ CPM തയ്യാറാണെങ്കിൽ മണിയെ അവർ പുറത്താക്കിയിരിക്കും, മണിയെ കൊണ്ട് മാപ്പ് പറഞ്ഞിരിക്കും, എന്നിട്ട് പറയണം. അല്ലെങ്കിൽ ധാർഷ്ട്യം വച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് അവരുടെ വിഷയമാണ്. ജനങ്ങളുടെ അല്ലെങ്കിൽ ഇതിനോട് എതിർപ്പുള്ള ആളുകളുടെ സമരം ശക്തമായി മുമ്പോട്ട് പോകും. അതിനെല്ലാ പിന്തുണയും നൽകും എന്ന് എനിക്ക് പറയാനുള്ളൂ. സമ്മതിച്ചു. ഇതിനിടയിൽ ഒരു ചെറിയ കാര്യം കൂടി. ഏതായാലും മൂന്നാറിൽ പൊമ്പ്ളയൊരുമൈ വിഭാഗം എന്നേ പറയാനാകൂ. ഗോമതി പക്ഷം നടത്തുന്ന സമരം കുറച്ചാളുകൾ മാത്രം. അതൊരു യാഥാർത്ഥ്യവുമാണല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഈ പറഞ്ഞൊരു വലിയ വികാരം ഒരു വലിയ വിഭാഗം സ്ത്രീകളിലേക്ക് എത്താതെ പോകുന്നു എന്നതും കാണാതിരുന്നുകൂടാ. മൂന്നാറിൽ അവർക്കൊപ്പം സമരം ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഗോമതിയെ വിമർശിച്ചുകൊണ്ട് ലിസിയും മറ്റ് ബഹുഭൂരിപക്ഷം വരുന്ന പൊമ്പ്ളയൊരുമൈ പ്രവർത്തകർ സ്ത്രീകൾ ഉണ്ട്. അവർ ആ സമരപന്തലിലേക്ക് എത്തുന്നുമില്ല. അതെന്തുകൊണ്ടാണ് സിയാർ? ഇവിടെ ഒരു കാര്യം, ഇത് തൊഴിലാളികളുടെ കൂലിയും അല്ലെങ്കിൽ ബോണസും സംബന്ധിച്ചൊരു ചർച്ച, ഒരു സമരമല്ല. ആ സമരത്തിൽ അവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാനതിന്റെ ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. അവരൊരു സ്വതന്ത്ര സംഘടനയാണ്, അവരൊരു നിലപാടെടുക്കുന്നുണ്ട്. മാത്രവുമല്ല, അവർ കൃത്യമായി പറഞ്ഞു, ഇതിലേക്ക് ഞങ്ങൾ ജനക്കൂട്ടത്തെ വിളിക്കാനല്ല, ഇത് പെമ്പിളയൊരുമയിലെ കുറച്ച് തൊഴിലാളികൾ മാത്രം ഡീൽ ചെയ്യേണ്ട ഒരു വിഷയമല്ല, കേരളീയ സമൂഹം വേണ്ടതാണ്. ഞാൻ മൊത്തം സമൂഹത്തെയാണ് വിളിക്കുന്നത്. അതിന്റെ നേതാക്കളാണ് സമരത്തിലിരിക്കുന്നത്. ഒരു എന്താ പറയുക, ബോണസ് സമരത്തിനോ കൂലി സമരത്തിനോ വന്നതുപോലെ വരാൻ പറ്റില്ല. മാത്രമല്ല, അവരുടെ ടൈമിങ്ങിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഏറ്റവും പീക്കായിട്ടുള്ള മറ്റേ ഇത് തേയില എടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് സ്കൂൾ തുറക്കാൻ പോകുന്ന സമയമാണ്. അതിന്റെയൊക്കെ പ്രതിസന്ധിയുണ്ട്. പക്ഷെ ഇവിടെ അതല്ലല്ലോ വിഷയം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നാളെ 500 തൊഴിലാളി വന്നാൽ മന്ത്രി രാജിവെക്കുമോ? അങ്ങനെയാണോ അതിന്റെ അർത്ഥം? 1000 തൊഴിലാളി വന്നാൽ രാജിവെക്കുമോ? അതല്ലല്ലോ. എത്ര തൊഴിലാളി വരുന്നു നോക്കിയിട്ടല്ല. ജനങ്ങൾക്ക് സമരത്തിന്റെ ശക്തി, സമരരൂപം അതുതന്നെയാണ് പ്രധാനം. സിയാർ, ആ നിലയിൽ പറഞ്ഞു പോകുന്ന വാദവും ശരിയാണെന്ന് വന്നാൽ പോലും സമരരൂപം, സമരത്തിന്റെ ശക്തി അത് ഏതൊരു സമരത്തിനും പ്രധാനമാണ്, നിർണായകമാണ്. അത് തന്നെയാണ് പൊമ്പ്ളയൊരുമൈ സമരത്തിൽ താങ്കൾ പറഞ്ഞാൽ ശരിയാണ്. അവനവന്റെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ടല്ല ഈ സമരം എന്ന് മഹാഭൂരിപക്ഷം സ്ത്രീകൾക്ക് കാണാവുന്നതുമാണ്. രാഷ്ട്രീയമായി ഏറ്റെടുക്കാവുന്നവർ കുറവുമാണ്. അതേ വേദിയിൽ ഇതേ സമരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് CPM ഇന്ന് സംഘടിച്ചില്ലേ? അതും കാണാതിരിക്കുന്നത് എങ്ങനെയാണ്? അവർ ആളെ കൂട്ടിയില്ലേ?
അല്ല അവിടെയാണ് പ്രശ്നം. CPM പോലൊരു രാഷ്ട്രീയ പാർട്ടി ഒരു പരിപാടിക്ക് ആളെ കൂട്ടുന്നത്, ഞാനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ്, രാഷ്ട്രീയ പാർട്ടി ആളെ കൂട്ടുന്നത് പോലെയല്ല പെമ്പിളൊരുമ പോലൊരു സംഘടന ആളെ കൂട്ടുന്നത്. മാത്രമല്ല, ഞാൻ വീണ്ടും പറയുന്നു, ഇത് പെമ്പിളൊരുമ ആളെ കൂട്ടി നേടേണ്ട ഒരു കാര്യമല്ല. ഇത് നേടേണ്ടത് കേരളത്തിലെ പൊതുസമൂഹമാണ്. അതുകൊണ്ടാണ് ബാക്കി ആളുകൾ ഇതിന് വന്നത്. പെമ്പിളൊരുമയുടെ കൂലിയുടെ സമരത്തിൽ നമുക്ക് ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അവരുടെ ദുരിതം നമ്മൾ കാണുന്നുണ്ടാണ്. ഇവിടെ പ്രശ്നം എന്റെ വീട്ടിലെ പെൺകുട്ടിക്ക് കൂടി ബാധകമായ പരാമർശമാണ് മണി നടത്തിയിരിക്കുന്നതെന്നുള്ളതാണ്. അതാണ് അതിന്റെ വിഷയം. തീർച്ചയായും അത് ആ നിലയിൽ ആ സമരം കൊണ്ടുണ്ടാവേണ്ട ഒരു തീരുമാനമല്ല. അങ്ങനെ ഒരു പ്രവൃത്തി, പരാമർശം, സ്ത്രീ വിരുദ്ധത എന്നത് മന്ത്രിയിൽ നിന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ മന്ത്രിയെ കൊണ്ടും ആ സർക്കാരിനെ കൊണ്ടും അതിനെ നയിക്കുന്ന പാർട്ടിയെ കൊണ്ടും തിരുത്തിക്കേണ്ട ബാധ്യത അവിടെ സമരം ചെയ്യുന്ന ഏതാനും ചില സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്വവുമല്ല. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇവിടെ ഏറ്റവും അവസാനം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്ത വൈരുദ്ധ്യത്തിന്റെ പ്രശ്നമുണ്ട്. സഭയിൽ മുഖ്യമന്ത്രി പൂർണ്ണമായും മന്ത്രിയെ ന്യായീകരിച്ചു. അതേ ദിവസം രാത്രിയിൽ വരുന്ന വാർത്ത പാർട്ടി രാഷ്ട്രീയമായി ചർച്ച ചെയ്ത് ഒരു നടപടിയിലേക്ക് മണി മാറാൻ പോകുന്നു, മണിക്കെതിരെ നടപടി ഉണ്ടാകാൻ പോകുന്നു, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് MM മണി തന്നെ കാറിൽ കയറി പോകുന്ന സാഹചര്യം. അത് ഏത് നിലയ്ക്കുമാകാം. പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ വൈരുദ്ധ്യം തന്നെയല്ലേ ഈ വിഷയത്തെ സംബന്ധിച്ച് നോക്കിയാൽ? അതിനർത്ഥം ഒരു നടപടി, അതേ തുടർന്ന് രാജി എന്നത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അനിവാര്യമായി വന്നു ചേരാൻ ഇടയുണ്ടോ? സമരരംഗത്തുള്ളവർ പറയും പോലെ. ഞാനത് CPM അതിനെ എങ്ങനെ കാണുന്നു? അതിന്റെ മെമ്പറായിരിക്കുന്ന മണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമോ? മണി പറഞ്ഞിട്ടുണ്ട് പാർട്ടി എന്ത് പറഞ്ഞാലും അദ്ദേഹം അത് ചെയ്യുമെന്ന്. അതൊന്നുമല്ല എന്റെ പ്രശ്നം. മണിയെ സംബന്ധിച്ചിടത്തോളം മാധ്യമപ്രവർത്തകർ ആരോപിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ അവശിഷ്ട, ഞാൻ താങ്കളുടെ പ്രശ്നമല്ല ചോദിച്ചത്. ഒരു പ്രധാനപ്പെട്ട ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഒരു ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഒരു സാധ്യതയാണ് ഞാൻ ചോദിച്ചത്. താങ്കളുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമല്ലല്ലോ, ചർച്ചയുടെ പ്രശ്നമല്ല, താങ്കൾ അതിലൊരു കക്ഷിയുമല്ല. അല്ല, അതിലേക്ക് ഞാൻ വരുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ആ ടെക്സ്റ്റ് വെച്ച് മണിക്കെതിരെ അത്തരമൊരു നിലപാട് പാർട്ടി എടുക്കുന്നത് അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു മര്യാദകേടായിരിക്കും. ഇനി അങ്ങനെ എടുക്കുന്നെങ്കിൽ അത് മറ്റെന്തോ താല്പര്യങ്ങളെ മുൻനിർത്തി ഒരുപക്ഷെ സമരങ്ങളെ ഒഴിവാക്കാൻ മുൻനിർത്തിയുള്ള ഒരു അടവുപരമായ നയമായിരിക്കും. അപ്പോൾ പോലും അത് ശരിയായ നടപടി ആയിരിക്കുകയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം ഈ സംഭവവുമായി ബന്ധിപ്പിച്ച് നാം പരിശോധിക്കേണ്ടത് CR നീലകണ്ഠൻ, അതുമാതിരി തന്നെ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊക്കെ ഇറങ്ങിത്തിരിച്ചത് മെനിഞ്ഞാന്നത്തെ വാർത്തയുടെ ബലത്തിലാണ്. അത് മുഖ്യമന്ത്രിക്കും അബദ്ധം പറ്റിയിരുന്നു. അങ്ങനെയുള്ള വാർത്തകൾ വെച്ച് ആളുകളെ കുതിപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നു. ആ മാധ്യമം മറുപടി പറയേണ്ട ഇടത്ത് മണിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് യഥാർത്ഥത്തിൽ നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ താങ്കളുടെ വാദത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ, അങ്ങനെയാണെങ്കിൽ അത് CPM-നോടും ചോദിക്കേണ്ട ചോദ്യമായി വരില്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ ഒന്നൊഴിയാതെ മണി വലിയ തലവേദന സൃഷ്ടിക്കുന്നു പാർട്ടിക്കും സർക്കാരിനും എന്ന്. അത് താങ്കൾ പറഞ്ഞ പോലെ ആ അധ്യാപികക്കെതിരെ മന്ത്രിയായിരിക്കുന്നതിന് മുമ്പുണ്ടായ സാഹചര്യത്തിൽ പറഞ്ഞതിനെ കുറിച്ചല്ല, 1, 2, 3 പ്രസംഗത്തെക്കുറിച്ചല്ല, ശ്രീറാം വെങ്കിട്ടരാമനെ കുറിച്ച് പറഞ്ഞതിന്റെയും അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നതല്ല, ഈ വിവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ CPM-നും തെറ്റി എന്നല്ലേ പറഞ്ഞു വരേണ്ടത്? ആ വാർത്തകളെയും പൊതു പശ്ചാത്തലത്തെയും വിലയിരുത്തുള്ളൂ. CPM-നും തെറ്റുപറ്റുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? ഇങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു എങ്കിൽ? അല്ല, അങ്ങനെ ഒരു നിലപാടാണ് CPM എടുക്കുന്നതെങ്കിൽ അവർക്ക് അക്കാര്യത്തിൽ തെറ്റുപറ്റുന്നു എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയുള്ളൂ. ശ്രീ തിരുവഞ്ചൂർ, നിങ്ങളൊക്കെ, നമ്മുടെ സമയം തീരുകയാണ്, ഒരൊറ്റ പ്രതികരണം. എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വല്ലാത്ത കുടുക്കിലാണോ സർക്കാർ, അതിനെ നയിക്കുന്ന CPM? ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന അവസ്ഥയും അതിന്റെ സാഹചര്യങ്ങളും നോക്കിയാൽ പ്രതിപക്ഷത്തിന് കുറെ കൂടി ചിരിക്കാനും കുറെ കൂടി സമരം ചെയ്യാനും അല്ലെങ്കിൽ സമരം ചെയ്യുന്നു ഭീഷണിപ്പെടുത്താനും ഒക്കെ പറ്റുന്നൊരു അവസ്ഥ, പ്രത്യേകിച്ച് സഭ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നാളെയും ഇത് സഭയിൽ പ്രതീക്ഷിക്കാമല്ലേ? അതല്ല, ഇപ്പോൾ CPM എടുത്തു വന്നിരിക്കുന്ന അവരുടെ തുടർച്ചയുള്ള ഒരു സമീപനമുണ്ട്. ആ സമീപനം ഈ കാര്യത്തിൽ എടുത്താൽ മതി. അത് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും CPM എടുക്കുന്ന ഒരു നിലപാടുണ്ട്. സ്ത്രീവിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന വ്യക്തികളെക്കുറിച്ചും സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന ആളുകളെക്കുറിച്ചും അവരെടുക്കുന്ന ശക്തമായ ചില സമീപനങ്ങളുണ്ട്. ആ സമീപനം MM മണിയുടെ കാര്യത്തിൽ എന്തിന് ഡൈല്യൂട്ട് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന്
നാളെ അവർ ഉത്തരം പറയേണ്ടി വരും. വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ സുരേന്ദ്ര ബാബു, ശ്രീ CR നീലകണ്ഠൻ ഞങ്ങളോട് സംസാരിച്ചതിന്, അഭിപ്രായങ്ങൾ പറഞ്ഞതിന്. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം ഈ ചർച്ച തുടങ്ങിയപ്പോൾ വന്നതും ഇപ്പോൾ മുന്നോട്ട് പോകുന്നതും അതുതന്നെയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എം എം മണി പ്രശ്നം ചർച്ച ചെയ്തിരിക്കുന്നു. പാർട്ടിക്കും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന നടപടികൾ, തുടർച്ചയായ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന വിലയിരുത്തൽ. പക്ഷേ തീരുമാനം എന്ത്, നടപടി എങ്ങനെ എന്നതൊക്കെ സംസ്ഥാന സമിതി നാളെ ചേരും. ഏറെക്കുറെ നടപടി ഉണ്ടാകും എന്ന പൊതുവിചാരമാണ് പല നേതാക്കളുമായി സംസാരിച്ചതിൽ നിന്ന് മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുന്നത്. എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി പ്രൈം ഡിബേറ്റുമായി സഹകരിച്ചത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.